മൂന്നാല് വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ് നമ്മുടെ കർത്താവിന്റെ ഡേക്കുട്ടി പ്രൈസിലോട് വന്നിട്ട് നമ്മളോട് ശിശുവിളിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് 2-3 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. ആമേൻ 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 ആമേൻ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം നമ്മൾ വായിക്കാനുള്ളത് ഭാഗ്യവാന്മാരുടെ അവസ്ഥയെ പറ്റിയാണ് വായിക്കുന്നത്. വെളിപ്പാട് ദിവസം എന്നെ ആരെങ്കിലും വായിച്ചു സഹായിക്കണം. വെളിപ്പാട് ദിവസം 1-ാം അധ്യായം 3-ാം വാക്യം. അവർ ഈ വചനങ്ങളെ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എന്താ പറഞ്ഞ 3 കാര്യം പറഞ്ഞു. ഈ പ്രവചനം വായിക്കുന്നവരും പിന്നെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അപ്പം രാവിലെ ബൈബിൾ വായിക്കുന്ന ഭാഗ്യവാന്മാരുടെ അവസ്ഥയാ. ആരെങ്കിലും ബൈബിൾ വായിക്കാൻ പറഞ്ഞ ഉറക്കെ വായിച്ചോണം. വായിച്ച് കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പിന്നെ പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അതുകൊണ്ടാണ് ചിലർ അങ്ങോട്ട് വളരെ തിടുക്കത്തോട് ബൈബിൾ വായിക്കും. എന്താ കാര്യം അവരെ ഭാഗ്യവാന്മാരെ ചിലാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ഈ പ്രേയർ ലൈനില് എല്ലാവർക്കും വായിക്കാനും ഭയങ്കര തിടുക്കമാണ്. ചിലയിടത്ത് പ്രേയർ ലൈൻ എത്ര ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് വായിക്കത്തില്ല. ബൈബിൾ വെറുതെ പോലും ഇല്ല. അവര് തന്നെ പിന്നെ നമ്മളെ പറ്റിയല്ല പുറത്തുള്ളവരെ പറ്റിയാ പറയുന്നത്. അവര് തന്നെ അങ്ങ് അതിനെ അവസാനം വായിക്കും. എന്ത് പരാജയമാണ്. വായിച്ചു ആരെങ്കിലും ബൈബിൾ വായിക്കാൻ പറഞ്ഞ തിടുക്കത്തോട് ബൈബിൾ വായിച്ചു. കാരണം അതിന് ഞാൻ വായിക്കാൻ്റെ ലിസ്റ്റിലായിത്തീരുക. രണ്ടാമത്തെ വായിക്കാൻ നോക്കിക്കേ. വെളിപ്പാട് ദിവസം 14 ഇത് ഈ ഭാഗ്യവാന്മാരുടെ ഈ വെളിപ്പാട് ദിവസത്തിലെ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് ആരാണെന്നറിയാം. നമ്മുടെ കേരളാനിലെ സിസ്റ്റർ ലീലാമ്മയാ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞു. സൗദി ഭയങ്കര തിടുക്കത്തോടുകൂടിയാ ഭാഗ്യവാന്മാരുടെ പേരുകൾ വെളിപ്പാട് ദിവസം 14-13 വായിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, കർത്താവിൽ മരിക്കുന്നവർ മതി സിസ്റ്റർ. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താ ഭാഗ്യവാന്മാരെന്നറിയാമോ? കർത്താവിൽ മരിക്കുന്ന ഭാഗ്യവാൻ. കർത്താവ് താൻ ഗംഭീരമാകുന്ന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൻ അടക്കിയവരല്ല അടക്കുന്ന ആരെയാവണം ക്രിസ്തുവിൽ വേണേ അടക്കാം. നല്ല കെട്ടി കൊണ്ടുവന്ന് നല്ലതായിട്ട് വന്ന് നല്ല വാക്യങ്ങൾ പറഞ്ഞ് അടക്കാം. അതൊന്നും വിഷയമല്ല. ക്രിസ്തുവിൽ അടക്കിയവരെന്നല്ല, ക്രിസ്തുവിൽ മരിച്ചവർ. ആരെയും വേണം ക്രിസ്തുവിൽ അടക്കം വേണം. നല്ല പെട്ടിക്കകത്ത് വെച്ച് അങ്ങോട്ട് നല്ല പാട്ടൊക്കെ പാടി കൊണ്ടങ്ങ. അതിനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല. ഞാൻ പറഞ്ഞില്ലയോ, ഈ അമേരിക്ക ഞാൻ മരിക്കണമെങ്കിൽ എവിടെ താമസിക്കുന്ന ഞാൻ വിളിപ്പുറത്ത് പറഞ്ഞാൽ അമേരിക്ക ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ എവിടെ ഇരിക്കണം? ഞാൻ എവിടെ മരിക്കണമെങ്കിൽ അമേരിക്ക ഇരിക്കണം. ക്രിസ്തു മരിക്കണമെങ്കിൽ ഞാൻ എവിടെ ഇരിക്കണം? ക്രിസ്തുവിലിരിക്കണം. മരിക്കാനൊക്കെ മരിച്ചെങ്കിൽ മാത്രമേ ഉയർത്തുള്ളൂ. ഞാൻ എപ്പോഴും വായിപ്പിക്കുന്ന വിഷയമാണ്. സെൻസസ്കാരെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയുന്ന വാക്യമാണ്. ഈ പുള്ളിക്ക് വേണ്ടി ഞാനിപ്പോ എന്തെല്ലാം വാക്യം പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. മരിച്ചു കിടക്കുന്ന വ്യക്തി കേൾക്കാനും ഒന്നും കേൾക്കത്തില്ല. ഒറ്റ കുഞ്ഞിനും ആ വ്യക്തി കേൾക്കാനേ ഒക്കത്തില്ല. ഒത്തിരി സർവീസ് നടത്തിയാലും ഒരു പ്രയോജനമില്ല. വരുന്നവർക്ക് പ്രയോജനം. അതിന് മാനസാന്തരപ്പെടുന്നെങ്കിൽ നല്ലതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന ക്രിസ്തുവിൽ മരിച്ചവർ അവരാ ഭാഗ്യവാന്മാർ. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണെന്നറിയാമോ? ഇനി പേരുകളോട് ഇനി വേറെ ഭാഗ്യവാന്റെ അവസ്ഥ നോക്കിക്കേ. പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവർ. വെളിപ്പാട് 16-15 വായിച്ചേ. 16-15 വായിച്ചേ. തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അത് സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഒന്നുകൂടെ വായിച്ചേ.
തന്റെ ലജ്ജ കാണുമാറെ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. ഉടുപ്പ് സൂക്ഷിക്കണം. ക്രിസ്തുവിനെ തന്നെ ധരിച്ചോടുവിൻ. മോഹങ്ങൾ പെരുമാറി ജഡത്തിനായി ചിന്തിക്കരുത്. ക്രിസ്തുവിനെ തന്നെ ധരിച്ചോടുവിൻ. ഉടുപ്പ് സൂക്ഷിക്കണോ? പിന്നെ ഉടുപ്പ് സൂക്ഷിക്കാൻ പിന്നെന്താ വേണമെന്നാ വിളിച്ചത്? സൂക്ഷിച്ച് ജാഗരിച്ചും കൊള്ളുന്നവൻ. ജാഗരിച്ചും കൊള്ളണം. പ്രാർത്ഥിച്ചോളാൻ എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാൻ മനുഷ്യത്തിന് മുമ്പ് പ്രാർത്ഥന ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യം പ്രശ്നം കാണാതിരിക്കത്തൊക്കെ ഉടുപ്പ് സൂക്ഷിക്കട്ടെ. നമുക്കൊന്ന് വിശ്വാസം മുറുകെ പിടിക്കണം. ഭക്തി മുറുകെ പിടിക്കണം. വചനം മുറുകെ പിടിക്കണം നമ്മള്. കാരണം നമ്മളെ പ്രേക്ഷകരോട് നമുക്ക് സൂക്ഷിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇനി വെളിപ്പാട് ദിവസം 19:9 വായിച്ചിട്ട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ. ഇനിയും വായിച്ചു നോക്കിക്കേ. സ്തോത്രം. വെളിപ്പാട് ദിവസം 22:14 വായിച്ചേ. ജീവന്റെ വിഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓരോ ദിവസങ്ങളും വിശുദ്ധി പ്രാപിക്കണം. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മാവിലെ ജഡത്തിലെ സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ ധരിച്ചു. ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധി. അവര് പറയുന്നത് ഇവര് പറയുന്നത് നമുക്ക് വിഷയമല്ല. നമ്മൾ പറന്നു പോകാനുള്ളവരാ. വിഷയമുണ്ട്. ഗൾഫിൽ പോവാൻ വീസ കിട്ടിയെന്ന് എന്താണെന്നറിയാമോ? അയൽവക്കത്ത് എല്ലാവരും അയൽവക്കത്ത് കിടക്കുന്നവന് അസൂയ വരും. അവനിവനെ ഇടിക്കാനൊക്കെ വരും. വീസ കിട്ടിയവന് എത്ര ഇടിച്ചാലും അനങ്ങത്തില്ല. എന്താ കുഞ്ഞ് അനങ്ങാതിരിക്കുന്നത്? എന്താ കാര്യം എന്നറിയാമോ? അവന് എന്തെല്ലാം വഴക്ക് പറഞ്ഞാലും ഇടിക്കാൻ ചെന്നാൽ അവനെ അനങ്ങത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ അവനോട് തിരിച്ചടിക്കാൻ പോയാൽ പോലീസ് കേസ് വരും. പോലീസ് കേസ് വന്നാൽ ഗൾഫിൽ പോകാനൊക്കത്തില്ല. നോക്കിക്ക, അയൽവക്കക്കാരന് ലക്ഷ്യം എന്തോ അറിയാമോ? അവൻ അസൂയ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവന് ഇവനെ എങ്ങനെയാലും ഗൾഫിൽ വിടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ. ഗൾഫിൽ അവൻ പോകരുത്, അതിനു വേണ്ടിയാ വഴക്കുണ്ടാക്കാൻ വരുന്നത്. അപ്പം വീസ കിട്ടിയാൽ പറയും എന്റെ ഉദ്ദേശം ഞാൻ ഗൾഫിൽ പോകാതിരിക്കാൻ വേണ്ടിയാ എന്റെ ഉദ്ദേശം. മൗനം എന്താ കുഞ്ഞ നീ മൗനമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. ഞാൻ അവനോട് വഴക്കുണ്ടാക്കിയാൽ ഞാൻ കേസിൽ അകപ്പെടും. കേസിൽ അകപ്പെട്ടാണല്ലോ മേലോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് എന്റെ ദാസിനെ പോലെ ചെവിടനാ പലതും കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ കണ്ടിട്ട് കാണാം. എന്താ കുഞ്ഞു കണ്ടിട്ടൊന്നും പറയുന്നില്ല. ഞാൻ നിന്റെ അതിനും ദൈവം അറിഞ്ഞുകൊള്ളു. വില്ലൊടിച്ച് കൂന്തം മുറിച്ച രഥങ്ങളെ തീരുകളെ ദൈവം പ്രാപിച്ചെടുക്കണം. എല്ലാം അവരിവരും പറയുന്നത് എല്ലാം മറുപടി പറയരുത്. പണ്ട് എന്നോട് ചോദിച്ചു, ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, എന്താ പഴയതുപോലെ ഒന്നും മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, പറയാത്തതിന് കാരണമുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട കൃപ ലഭിക്കത്തുള്ളൂ. ചോരാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ചോർന്നാൻ പൊക്കോളൂ. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഒരു ദൈവദാസനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മുഴുവൻ. മിരിയാമാണ് ആ മോശയെ വലിയ സഹായം ചെയ്തത്. ഞാങ്ങണപ്പട്ടിയിൽ വെച്ചപ്പോ ഉണ്ടല്ലോ, മിരിയാം അവിടെ മോശയോട് എന്താ പറഞ്ഞെന്നറിയാമോ? മോശ മിരിയാമും സഹോദരനും കൂടെ ഒരുമിച്ചായിരുന്നു. അവരോട് കൂടെ ചേർന്ന് എന്താ പറഞ്ഞ, നീ ഞങ്ങളോട് വിരോധമായി സംസാരിച്ചു. എന്നിട്ട് മോശ എന്ത് ചെയ്തു സിസ്റ്റർ? അവിടെ വാക്യം വായിച്ചു നോക്കിക്കേ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വായിച്ചു. മോശ എന്ന പുരുഷന ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അതിന് പുറത്തെ വാക്യം വായിച്ചേ. മോശം മൗനമായിരുന്നു പറഞ്ഞത് വാക്യം വായിച്ചേ.
യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ യഹോവ അത് കേട്ടെന്ന്. മിരിയാം എന്താ പറയുക, ഞങ്ങൾക്കും യൂട്യൂബിൽ നിന്നുള്ള പ്രസംഗമുണ്ടോ? നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങൾക്കും അറിയാം. പ്രസംഗമല്ല വിഷയം, ജീവിതമാണ് വിഷയം. ആർക്കും പ്രസംഗിക്കാം. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഡ്രൈവിങ്ങിന്റെ ലെസൺ മുഴുവൻ കാണാ പഠിച്ചു. ഇംഗ്ലീഷിൽ പഠിച്ചു, ഹിന്ദിയിൽ പഠിച്ചു, തെലുങ്കിൽ പഠിച്ചു, കന്നഡയിലും പഠിച്ചു. ഇത്രയും ലാംഗ്വേജ് മുഴുവൻ ഡ്രൈവിങ്ങിന്റെ എല്ലാ ലെസണും കാണാം. അതിനെപ്പറ്റി പ്രീച്ച് ചെയ്യാനും അറിയാം. ഡ്രൈവർ ആകുമോ? ഫിലിപ്പ് ബ്രദർ പറഞ്ഞാൽ ഡ്രൈവർ ആകുമോ? ഒരിക്കലും അത്രയും പഠിച്ചില്ലയോ? പഠിച്ചു. ഡ്രൈവർ ആകത്തില്ല. ഡ്രൈവർ ആണ് സ്റ്റിയറിംഗ് വീലിന്റെ പുറകിൽ ഇരിക്കണം. ഡ്രൈവ് ചെയ്താലേ ഡ്രൈവർ ആകത്തുള്ളൂ. വളരെ സത്യമായി പറയുന്ന, നല്ല സത്യമായി പറയുന്നത്. അത് മുഴുവൻ കാണാൻ പഠിച്ചാലും ഡ്രൈവർ ആകത്തില്ല. നേരം വെളുക്കുന്നവരെ അത് പറഞ്ഞുകൊണ്ടിരുന്നാലും ഡ്രൈവർ ആകത്തില്ല. സത്യമായി പറയുന്നത്. ഡ്രൈവർ ആണെങ്കിൽ സ്റ്റിയറിംഗിന്റെ പുറകിൽ നിന്ന് ഡ്രൈവ് ചെയ്താലേ ഡ്രൈവർ നമ്മൾ ശരിയായിട്ട് വരുത്തും. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞ് ആരാധിച്ചോളാൻ. നമ്മൾ ദൈവത്തെ ആരാധിക്കണം, അന്നേരം ഡ്രൈവർ ആകണോ ആരാധിച്ചാൽ ഒക്കത്തും. കൈ ഓടിച്ച് അങ്ങോട്ട് ഉറക്കെ അല്ലെങ്കിൽ മുമ്പേ തിരിച്ചു പറഞ്ഞോളാം അല്ലേന്നുള്ള ഉറക്കെ. എല്ലാവർക്കും വായ എല്ലാവർക്കും ആരെയും കുറ്റം പറയാൻ എല്ലാവർക്കും വായ. ഞാനത് കേട്ടപ്പോൾ ഞാൻ ലജ്ജിച്ചു പോയി. ഇപ്പം ലജ്ജിച്ചാൽ നല്ലതാ. സ്വർഗത്തിൽ ചെന്ന് ലജ്ജിച്ചാൽ തല ഒരു ഫലവുമില്ല. അതുകൊണ്ടാണ് ദൈവം ദാനിയേലിന്റെ പുസ്തകത്തിൽ വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊണ്ടുവച്ചാൽ നിത്യ ലജ്ജയ്ക്കായിട്ട് ഉണരുവന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ വിചാരിക്കും വലിയ സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞ ഒരാൾ താഴെ കൊരണ്ടിയാലിരിക്കുക, മേലോട്ട് നോക്കിപ്പോണ്ടല്ലോ അമ്മച്ചി മേളിലിരിക്കുന്നു. പിന്നെ മുകളിലോട്ട് നോക്കാൻ നോക്കുമോ? നിത്യ ലജ്ജയ്ക്ക് വേണ്ടി കുനിഞ്ഞിരിക്കുക. എന്താ മോനെ ഇപ്പം കുനിഞ്ഞിരിക്കുന്നത്? എനിക്ക് മേലോട്ട് നോക്കാൻ വയ്യ. അതുകൊണ്ട് ഇപ്പം നിത്യലജ്ജ വന്നാൽ നല്ലത്. ഉറക്കം വല്ലതും അല്ലരിയ പറയണം. നല്ല ശബ്ദത്തിൽ അല്ലരിയ പറയണം. ഉറക്കെ ആരാധിക്കണം. ഉറക്കെ അന്യപാട്ട് പറയണം. ആവേശം നമ്മുടെ ഉള്ളത്തിൽ വരണം. സ്തോത്രം. എന്നാലേ ഞാൻ ഡ്രൈവർ ആകത്തു. ഡ്രൈവർ ആകണോ? ഉറക്കെ അല്ലേലിയ പറയും, സ്തോത്രം ചെയ്യാൻ ആരാധിക്കുകയും ചെയ്ത് ഡ്രൈവർ ആകത്തു. അല്ല ബൈബിൾ മുഴുവൻ പഠിച്ചെന്ന് പറഞ്ഞാലും ഡ്രൈവർ ആകത്തില്ല. ദൈവത്തിന് അതാണ് അപ്പോസ്തലനായ പൗലോസും ലേഖനം എഴുതുന്ന ആള്. ഞാൻ ലേഖനം എഴുതിയതാണ്, എനിക്കതൊക്കെ അറിയാം. അവിടെ തന്നെ ഇരുന്നോ, അവിടെ തന്നെ ഇരിക്കും. അവർ രണ്ടുപേരും ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ചപ്പോഴാണ് ചങ്ങലകൾ പൊട്ടി. അടിസ്ഥാന പുലിയോ ആരാധനയിലെ നടക്കത്തുള്ളൂ. ആരാധിച്ചപ്പോഴാണ് ബന്ധനങ്ങൾ മാറിയത്. സ്ത്രീകൾ പറയുന്ന വേണ്ട അത്രയും ആരാധിക്കുന്നതാണ്. ഇതല്ല, ഇതിനേക്കാൾ ഞാൻ ആരാധിക്കുക. ആരാധനയ്ക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. ഇതിനേക്കാളും ഞാൻ ആരാധിക്കും. ഇന്നലത്തേക്കാൾ കൂടുതൽ ആരാധിക്കും. ഇന്നലെക്കാൾ ഞാൻ അല്ലലിയ പറയും. ബോധ്യപ്പെടുത്തും. അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ ഇപ്പൊ നമ്മൾ നോക്കിയാണ്. സ്തോത്രം. അല്ലലിയ നമ്മളെന്തോ സ്തോത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മൾ ഏതായിരുന്നു, ഏത് വാക്യായിരുന്നു വായിച്ചു? പ്രമാണിക്കുന്ന ഭാഗ്യവാൻ. വെരി ഗുഡ്. ഇനി 20:6 വായിച്ച്. 20:6 വായിച്ച്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. എത്ര ഭാഗ്യവാന്മാരുണ്ട്? വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരായ വായിച്ച മുഴുവനും
ഹല്ലേലൂയ. പണ്ടൊരാൾ അഭിഷേകം പ്രാപിക്കാൻ അങ്ങ് ഒത്തിരി പ്രാർത്ഥിച്ചു. ഇതുവരെ അഭിഷേകം പ്രാപിച്ചില്ല. ഒരു ദേവദാസൻ പറഞ്ഞു വെക്കണോ, വെളിപ്പാട് പുസ്തകം മുഴുവൻ കാണാൻ പഠിക്കാൻ. വെളിപ്പാട് പുസ്തകം മുഴുവൻ കാണാൻ പഠിക്കാൻ. അദ്ദേഹം മുഴുവൻ കാണാൻ പഠിച്ചു. പിശാചിന് ഇഷ്ടമില്ലാത്തൊരു പുസ്തകം ഏതാണെന്നറിയാം, വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് വായിക്കുമ്പോൾ അങ്ങ് ഉറക്കം വരുവാണ്. എന്റെ അർത്ഥം പറഞ്ഞാൽ അവനകത്തുണ്ട്, അവനകത്തിരിപ്പുണ്ടെന്ന്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കമാണ്. വെള്ളക്കുതിരയും ഒത്തിരി കുതിരകളൊക്കെ ഉറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് അവനകത്തിരിപ്പുണ്ടെന്ന് എന്റെ അർത്ഥം. അവനെ പുറത്തി അടിക്കണം. ഇന്ന് തന്നെ അവനെ പുറത്തി അടിക്കണം. ഉറക്ക വായിക്കണം. അതിന്റെ അന്ത്യത്തെ പറ്റി വെളിപ്പാട് പറയുന്നതല്ല. അത് അവന് ഇഷ്ടമല്ല. അത് അന്ത്യം പറയുന്നത് ഇഷ്ടമല്ല. അവനറിയാം അവന്റെ അന്ത്യം എന്താ. നീ അത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ അവന് ഭയം വരിക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് അങ്ങോട്ട് വായിച്ചു കൊടുക്കണം. നമ്മള് ഇനി സ്തോത്രം. അപ്പം ഇനിയും വേദപുസ്തകത്തിൽ പല പുതിയ നിമിത്തത്തിൽ പല ഭാഗ്യവാന്മാരുടെ അവസ്ഥ പറയുന്നുണ്ട്. പരീക്ഷയിൽ മുഴുവനും ഭാഗ്യവാനില്ലേ? ഇതിന്റെ 5-ാം അധ്യായം മത്തായി ഗിരിപ്രഭാഷണം 5:5 ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, നീതിപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെ മുഴുവൻ വായിച്ചാൽ അങ്ങനെ ഉണ്ട്. പരീക്ഷ വരുമ്പോ ഉണ്ടല്ലോ, സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ എഴുതുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് പ്രൊമോഷൻ കിട്ടും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. കാരണം പരീക്ഷ വരുന്ന സമയത്ത് പഠിച്ച കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. കാരണം ഇതിനകത്തൊരു പരീക്ഷയ്ക്കകത്തൊരു പ്രൊമോഷൻ ഉണ്ടെന്ന് എനിക്ക്. പഠിക്കാത്തവർക്ക് ആ വിഷമം. പഠിക്കാത്തവർ അയ്യോ ഇതെന്തോ ചെയ്യാൻ എനിക്കൊന്നും അറിയത്തില്ല. പഠിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. പരീക്ഷയിൽ അകപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് പ്രൊമോഷൻ കിട്ടും. അതുകൊണ്ട് അനേകം ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ സമയത്ത് ഈ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ നമ്മളെ ദൈവം ആക്കി ഓർക്കുകയാണ്. തിരിഞ്ഞു നോക്കണമേ, എത്രയോ പേരാണ് നരകത്തിലേക്ക്. അതൊന്ന് ചിന്തിക്കണമെന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നരകത്തെ പറ്റി സ്വർഗത്തെ പറ്റി ദർശനം തരുന്ന കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേരാണ് നാശത്തിലേക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവരടക്കാൻ നേരം പാട്ടുപാടി അടക്കുന്നുണ്ട്. പൊങ്ങത്തില്ല, സ്വതന്ത്രം മുന്നോട്ട് പോകത്തില്ല, പരാജയപ്പെടുക. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ആത്മഭാരം തരണമേ, ഇതിനേക്കാൾ കൂടുതൽ ഭാരം തരണമേ. ജോൺ നോക്സ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും. ജിമ്മി സ്കോട്ട്ലൻഡ് ഓറായി. എനിക്ക് സ്കോട്ട്ലൻഡ് തരണം, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. ഇതുപോലുള്ള തിടുക്കവും ആവേശവും നമ്മുടെ ഉള്ളിൽ വരണം. എത്ര കാര്യത്തിലും ഇതിലൂടെ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തിടുക്കത്തോടുകൂടെ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. തിടുക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ പോലെ ആയി പേപ്പട്ടിയെ പോലെ ആക്കി. ആരെ കണ്ടാലും കടിക്കും. ആരെ വീട്ടുകാരെയും കടിക്കും, പുറത്തുള്ളവരെയും കടിക്കും. പിന്നെ ആരെ കണ്ടാലും പട്ടി കയറി കടിക്കും. കാരണം വിഷം അകത്തുണ്ട്. നമ്മൾ പേപ്പട്ടിയെ പോലെ അയക്കരും. ആരെ കണ്ടാലും കടിക്കും, ആരെ കണ്ടാലും ദർശനം നമ്മുടെ ഉള്ളത്തിൽ കെട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സാക്ഷികളാണ്. മൗനമായിരിക്കത്തില്ല. ഞാൻ മൗനം
നിനക്ക് സ്തുതി പാടണം. എന്റെ കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടുവന്നു. കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടിരിക്കാം, മൗനമായിരിക്കാം, നിനക്ക് സ്തുതി പാടണം. ഇന്ന് രാവിലെ ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എനിക്ക് സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റിയുള്ള ദർശനം തരണം എന്ന് പറയണം. പ്രാർത്ഥിക്കണം, വെളിപ്പാട് കണ്ടോണ്ട് നിൽക്കണം. അത് കാണുമ്പോണ്ടല്ലോ നമ്മൾ അതുപോലെ അയക്കും. ആരെ കണ്ടാലും അറിയിപ്പാനും അവർക്ക് വേണ്ടി കരയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നശിച്ചു പോകുന്ന ആത്മാവിനെ പിന്നെ ആരെ കണ്ടാലും നിന്റെ അപ്പത്തെ ഏറിയ വെള്ളത്തിന്മേൽ എറിയുക. വിത്ത് പിന്നെ കൈ വെച്ചോണ്ട് നടക്കത്തില്ല, കരഞ്ഞും ചുമന്നുകൊണ്ട് നടക്കുന്നു. വിതയ്ക്കും, ആരെ കണ്ടാലും വിതയ്ക്കുക. കാരണം വിതയ്ക്കുന്ന ദൈവം അതിന്റെ തക്ക സമയത്ത് അതിനെ കൊയ്യാൻ തക്കൊണ്ട് ദൈവം നമ്മളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തില് അത് പ്രാക്ടീസ് ചെയ്യുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇസ്രായേലിനായി കടന്നു വരുന്ന എല്ലാവരും including myself, Lord, including myself. കർത്താവേ, സ്തോത്രം അങ്ങ് ഇങ്ങ് നോക്കി ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട്, for to me living means opportunities for Christ dies again. ജീവൻ ലാഭമാണ് ആവേശവും ഞങ്ങൾ ഉടച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം താമസിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം അങ്ങ് നോക്കി ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു കളയാതെ വിശ്വാസത്തിൽ കൂട്ടുവരുത്തുന്ന യേശുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മോഹങ്ങൾ വരുവാൻ ഇടത്തിനായി ചിന്തിക്കാതെ കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചുകൊള്ളുവാൻ നിങ്ങൾ മരിക്കും. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാതെ ഭൂമിയിലുള്ള ഉയരത്തിലുള്ള തന്നെ അന്വേഷിക്കുന്ന സ്വർഗത്തിലുള്ളത് മാത്രം അന്വേഷിച്ചുകൊണ്ട് ഓടുവാന്റെ പണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അധികമായി പാരണമേ. സർവേശ്വരൻ പിതാവേ കേൾക്കുവാണേ. ആമേൻ. കർത്താവ് ലൈനിലുണ്ടോ? ഉണ്ടല്ലോ പാസ്റ്ററേ. ഓക്കെ, എന്നാ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പരിശുദ്ധമാറാകട്ടെ. അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവകൃപയിൽ നിർമ്മിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവിനെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഗാനത്തിലേക്ക് വരികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമുക്കുള്ള ദിവ്യ സമ്പത്ത് യേശു. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കർത്താവിന്റെ അടുക്കൽ ചേർന്ന് വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിപ്പാനും തിരുവഴുത്തിൽ നിന്ന് കേൾക്കുവാനും ഒക്കെ കർത്താവിനെ സഹായിച്ചത്. കഴിഞ്ഞ രാത്രി മുഴുവനും കർത്താവിന്റെ സന്ധിയിൽ നിന്ന് ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രം ലോകത്തിൽ വിവിധ സംഭവങ്ങൾ ഒക്കെ വന്ന് മാറി മറിഞ്ഞു പോകുന്ന കാര്യങ്ങളും കാലങ്ങളും അവസ്ഥകളും ഒക്കെ നമ്മുടെ കൺമുൻപിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ വചനത്തിന് ഒരു മാറ്റവും ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. കർത്താവിന്റെ മനുഷ്യന്റെ വാക്കുകൾ മാറിപ്പോകും, മനുഷ്യന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ നിഷ്ഫലമായി പോകും, അവന്റെ പ്രയത്നം ഹല്ലേലൂയ നിഷ്ഫലമായി പോകും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നേക്ക് ഉറച്ചു നിന്ന് അസ്ത്രം ശക്തിയോടെ വരുമ്പോഴും മൂത്രയിൽ ജയം തന്ന് സൂക്ഷിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ ഭക്തനെയും അതാത് സമയങ്ങൾ കർത്താവ് വിടുവിട്ട് തന്റെ നിത്യതയിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ പ്രത്യാശയെ ലക്ഷ്യമാക്കിയാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്ര നമ്മൾ തുടരുന്നത്. അതുകൊണ്ട് സ്തോത്രം, പ്രലോഭനങ്ങൾ, വാഴ്വാക്കുകൾ, പൊഴിവാക്കുകൾ ഒക്കെ വരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കാവുന്ന ഒരൊറ്റ വഴി മാത്രമാണ് ഈ ദിവസങ്ങൾ നമ്മുടെ മുൻപിലുള്ളത്. സ്തോത്രം. സ്തോത്രം. ലേവ്യത്തിൽ നിന്ന് ഒരു ഭാഗം പല ഭാഗങ്ങൾ ഉദ്ധരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ശുദ്ധ മനസ്സാക്കിയ ദൈവസന്നിധി കൈപ്പെടുത്തുവാനായി ഇന്ന് രാവിലെ സമയം കർത്താവിൽ അടിയനം ആശ്രയിക്കുകയാണ്. സ്തോത്രം. ഭാഗ്യവാന്മാരെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ സ്തോത്രം, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. പരീക്ഷ ഇല്ലെന്നുണ്ടെങ്കിൽ സ്തോത്രം എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. സ്തോത്രം. പരീക്ഷ ഇടുമ്പോൾ സ്തോത്രം, ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ടീച്ചേഴ്സ് പഠിപ്പിച്ച ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ചില ഭാഗങ്ങൾ മേലെ ഒരു 50-100 ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ തരുമ്പോൾ സ്തോത്രം, ആ പരീക്ഷാ ഘട്ടത്തിൽ പഠിപ്പിച്ച ടീച്ചർ മാറി അപ്പുറത്ത് നിൽക്കും, അനങ്ങാതെ നിൽക്കും. പക്ഷെ പരീക്ഷ എഴുതുന്നത് നമ്മളാണ്.
ആ പരീക്ഷ പരീക്ഷയ്ക്ക് ആൻസർ മുഴുവനും കഴിഞ്ഞ് ഒരു വർഷക്കാലം മുഴുവൻ നമ്മൾക്ക് തന്ന് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ പരീക്ഷയുടെ ഘട്ടത്തിൽ വരുമ്പോൾ പരീക്ഷ വരുന്ന ടീച്ചർ അനങ്ങാതെ മാറി അപ്പുറത്ത് നിൽക്കും. അന്ന് ഈ പരീക്ഷ എഴുതുന്ന നമ്മൾ സ്വന്തമായിട്ടാണ്. അന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കാണില്ല. സ്തോത്രം. ടീച്ചർ കാണുന്നുണ്ട്, നമ്മളെ പഠിപ്പിച്ച ടീച്ചറിന് നന്നായിട്ട് ആൻസർ എല്ലാം അറിയാം, പക്ഷെ പരീക്ഷ എഴുതുന്നത് നമ്മളാണ്. ആ പരീക്ഷ ജയിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രൊമോഷൻ ഉള്ളൂ. ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സ്തോത്രം പലപ്പോഴും നമ്മളെ പരീക്ഷകളിലൂടെ കടത്തിവിടുന്നത്. സ്തോത്രം അത് രോഗത്താലായിരിക്കാം, മറ്റ് പല കാര്യങ്ങളാലായിരിക്കാം. ഏത് പരീക്ഷകളാണ് ദൈവസ്ഥനെ നമ്മൾ ഈ ലോകത്തിൽ നേരിടുന്നത്, അത് എങ്ങനെ അതിന് ആൻസർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ സ്കോർ വരുന്നത്. സ്തോത്രം വിജയകരമായി നമ്മൾ അത് ആ പരീക്ഷ പൂർത്തിയാക്കിയാൽ പെട്ടെന്ന് സ്തോത്രം നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കും. അല്ല തോറ്റ് കിടക്കുകയാണെങ്കിൽ സ്തോത്രം SLC ബുക്കിന്റെ പണ്ട് പഠിച്ച പോലെ SLC ബുക്കിന്റെ കനം കൂടി വരും. സ്തോത്രം പിന്നെയും അനേകരെ എഴുതി ഒടുവിൽ പാസ്സാകും. പക്ഷേ കാലഘട്ടം മുൻപോട്ടും പോകും. സ്തോത്രം. അതുകൊണ്ട് ദൈവസ്ഥനെ ഞാൻ പറയാൻ വരുന്നതിന്റെ സാരം ചോദിച്ചാൽ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്തോത്രം അതിനെ സ്തോത്രം അതിജീവിക്കാനാണ് ഈ കാലഘട്ടത്തിലെ ഒരു ട്രെയിനിങ് പീരീഡാണ് ഈ സമയത്തിൽ നമുക്കുള്ളത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നമ്മുടെ മുന്നേറുവാൻ കർത്താവ് ഇടയാകട്ടെ. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ്, ഒരു ഭാഗമാണത്. മത്തായി സുവിശേഷം 23:37. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് ചെയ്യുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. യെരുശലേമിനെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്കാണത്. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുമ്പോൾ എന്റെ മക്കളെ ചേർത്ത് പോകാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. സുവിശേഷം ഇന്ന് ഭൂമിയുടെ പരപ്പിൽ സാർവത്രികമാണ്. സ്തോത്രം. തിരഞ്ഞെടുക്കേണ്ടത്, കേൾക്കേണ്ടത്, അനുസരിക്കേണ്ടത് ജനത്തിന്റെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. ഇതിലൂടെ ഞാൻ പറയുകയാണ്, സ്തോത്രം, പലതവണ നിന്നെ രക്ഷിക്കാൻ എനിക്ക് നല്ല മനസ്സായിരുന്നു. സ്തോത്രം. നിനക്ക് വരുന്ന കഷ്ടങ്ങൾ നേരിടാൻ പോകുന്ന വിലാപങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ എനിക്ക് പലവട്ടം ഞാൻ നിന്റെ അടുക്കിലേക്ക് കൈനീട്ടതാണ്. പക്ഷെ നിനക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു എന്റെ കൈകളിൽ ഒന്ന് പിടിച്ചുകൊള്ളുവാൻ. സ്തോത്രം സ്തോത്രം. നിനക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു എന്റെ കൈകളൊന്ന് പിടിച്ചുകൊള്ളുവാൻ. എന്റെ കൈയിൽ നീ ഒന്ന് പിടിക്കുന്നുവെങ്കിൽ ഈ അനർത്ഥങ്ങളൊന്നും നിനക്ക് വരികയില്ലായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 24:15 ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ മരിച്ചത് ചിന്തിച്ചോളട്ടെ. ഇന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കർത്താവിന്റെ മുൻകൂട്ടി ഒരു വാക്ക് പറയുകയാണ്. ശൂന്യമാകുന്ന മരിച്ചത വിശുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചോട്ടെ. അന്ന് യഹൂദയുള്ളവർ മലകളിലേക്ക് വീട്ടിലുള്ളത് എടുക്കരുത്, ഇറങ്ങരുത്. സ്തോത്രം. നിങ്ങളുടെ താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്ത് തകർക്കാൻ പ്രാർത്ഥിക്കുകയും യോഗാരം മുതൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തും ഇനിമേൽ സംഭവിക്കുന്ന വലിയ കഷ്ടമൊന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങി. അന്ന് ആരും നിങ്ങളോട് ഇതാ ക്രിസ്തു അവിടെയെന്നും അല്ല ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞ. അപ്പോൾ ശീതകാലത്തിൽ സ്വന്തം ശരീരത്തെ സ്വന്തം സംരക്ഷണം ചെയ്യുവാൻ പോലും അവസരം ലഭിക്കാതെ വണ്ണമായി ജീവൻ കൊണ്ട് ഓടിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അന്ന് സ്ത്രീകൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പെട്ടെന്ന് പോവുകയാണ്. കർത്താവിനെ ഈ സുവിശേഷം കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തികളൊക്കെ കഴിഞ്ഞ് തന്റെ മരണത്തോടെ, തന്റെ ക്രൂശ് മരണത്തോട് അടുക്കുന്ന സമയത്തിൽ സ്തോത്രം അവരെ പിടിച്ച് കെട്ടി അവരിങ്ങനെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. തോളിൽ മരക്കുരിശും വെച്ച് ഒരു ഭാഗം ശീമോനും വയലിൽ നിന്ന് വന്ന ശീമോനും ചുമന്ന് ഇങ്ങനെ പോകുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27 വാക്യം ഇങ്ങനെ വായിക്കുന്നത്. ഒരു വലിയ സമൂഹം, ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും
അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് നിങ്ങളെ മേൽ മൂടുവീൻ എന്നും പറയുന്നു. ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവിന്റെ സ്ത്രീകളോട്, പ്രിയപ്പെട്ടവരോട്, ആ ബലഹീനരായ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, ഞാൻ ഈ ഭൂമിയിൽ വന്ന പ്രവൃത്തി, എന്റെ പ്രവൃത്തി തികച്ചു. സ്തോത്രം. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ലോകത്തിൽ നിന്ന് സാർവത്രികമായി പ്രസംഗിക്കപ്പെടുമ്പോൾ, സ്തോത്രം, അത് മുൻകൂട്ടി കർത്താവ് പറയുകയാണ്, നിങ്ങള് ഈ കാലഘട്ടത്തിൽ എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി നിങ്ങൾ കരയണം. ലോകത്തിൽ വലിയ കഷ്ടങ്ങൾ നേരിടുവാൻ പോവുകയാണ്, വലിയ വിലാപങ്ങൾ നേരിടുവാൻ പോകുകയാണ്, അല്ലെങ്കിൽ വലിയ ദുരിതങ്ങൾ നേരിടുവാൻ പോകുകയാണ്. അത് ഞാൻ നിങ്ങളോട് മുൻപ് കൂട്ടി പറയുകയാണ്. ഞാൻ വന്ന പ്രവൃത്തി തികച്ച് ഞാൻ കടന്നു പോകുകയാണ്. സ്തോത്രം. മുന്നോട്ട് വായിക്കുമ്പോൾ, സ്തോത്രം, അതിന്റെ 44-ാമത്തെ വാക്യം, 23-ന്റെ വാക്യം, ഏകദേശം 6 മണി നേരം ഇപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 മണി നേരമൊക്കെയും അന്ധകാരമുണ്ടായി. മന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്ന നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. സ്തോത്രം. ഇവിടെ നമ്മൾ പ്രധാനമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്തോത്രം. സ്തോത്രം. കർത്താവ് ക്രൂശിൽ ഇങ്ങനെ ആണികളാൽ തറയ്ക്കപ്പെട്ട് ഇങ്ങനെ കടക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. ഈ ഭാഗത്തോട് ചേർന്ന് യശയാപ്രദായം കൂടെ ഒന്ന് ചേർത്ത് വായിക്കുന്ന ഒരു നന്നായിരിക്കും. 52-ന്റെ 13-14 വാക്യം, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനില്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. സ്തോത്രം. കണ്ടവനാൽ ആളല്ല എന്ന് തോന്നുമാറ് മുഖം വിരൂപമായിരിക്കുന്ന അവസ്ഥ. കർത്താവിന്റെ മുഖത്തുകൂടെ തലയിൽ നിന്ന് ആ മുൾക്കിരീടം അടിച്ച രക്തം ഇങ്ങനെ ധാരധാരായി വിടുകയാണ്. മുഖം അടിച്ച് വിരൂപമാക്കി, മുഖത്തെ രോമങ്ങൾ പിടിച്ച് പറിച്ച് മുറിവേറ്റ് പ്രാണനായി അർദ്ധനഗ്നനായി കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ, സ്തോത്രം, ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുമ്പ് കൊണ്ടുപോയിട്ട് 9 മണി നേരം ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി. എന്താണ് ഇതിൽ നിന്ന് വിളിച്ചറിയിക്കുന്നത്? സ്തോത്രം. മനുഷ്യർക്ക് ആർക്കും കണ്ടു നിൽക്കുവാൻ കഴിയാത്ത ആ അവസ്ഥ. സ്തോത്രം. പിതാവ് പോലും തന്റെ മകൻ ഇങ്ങനെ ക്രൂശിൽ കിടന്ന് പിടയുന്ന ആളല്ല എന്ന് തോന്നുമാറ് മുഖം വിരൂപമായി, കേവലം ഒരു മനുഷ്യനാണോ എന്ന് തോന്നാത്ത വിധത്തിൽ അടിച്ച് മുറിവേറ്റ് ഇങ്ങനെ കിടക്കുന്ന ആ കാഴ്ച ലോകത്തിൽ ഒരു മനുഷ്യനും കാണുവാൻ, അല്ലെങ്കിൽ അത് കണ്ടാൽ അത് സഹിക്കുവാൻ കഴിയാവുന്നതല്ല. അതുകൊണ്ട് ഒടേ തമ്പുരാൻ ആ 3 മണിക്കൂർ നേരത്തേക്ക് ആ നട്ടിച്ച സമയത്ത് സൂര്യൻ ഇരുട്ടാക്കി കളഞ്ഞു. സ്തോത്രം. 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 എത്ര പ്രാണഭയത്തിലാണ്, എത്ര വേദനയിലാണ്. സ്തോത്രം. 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 ആ കാര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. താൻ ഡൈവ് ചെയ്തപ്പോൾ തന്റെ ശരീരം ബോഡി വന്നിട്ട് ആ സ്പ്രിംഗ് ബോർഡിൽ ഇടിച്ചിട്ട് തനിക്ക് കഴുത്തിന് താഴോട്ടുള്ള ഭാഗം അങ്ങ് പാരലൈസ് ആയിപ്പോയി. താനൊരു വിശ്വാസിയല്ല. സ്തോത്രം. ലോക പ്രശസ്തിയായ ഒരു ഡൈവിംഗ് താരമാണ്. സ്തോത്രം. ഇന്നും ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 70+ years ഉണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ പറയാൻ വരുന്നതിന് സാരം, ഈ പെൺകുട്ടിയുടെ അടുക്കൽ, സ്തോത്രം, എല്ലാറ്റിനും, സ്തോത്രം, സഹായിയായി, മറ്റുള്ളവരുടെ സഹായമില്ലാതെ തനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുവാൻ കഴിയാതെ കിടന്ന ബെഡിൽ തന്നെ സകലതും കഴിച്ച് പരസഹായിയായി ഇങ്ങനെ സഹായം ആഗ്രഹിച്ച് ഇങ്ങനെ കിടക്കുന്ന ഈ പെൺകുട്ടിയുടെ അടുക്കൽ തന്റെ ഒരു കൂട്ടുകാരി വന്ന് നിരന്തരമായി തന്നോട് സുവിശേഷം പറഞ്ഞു. ആദ്യം തനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല, വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ താൻ നിരന്തരമായി ഈ കൂട്ടുകാരി മടുത്തു പോകാതെ, നിരുത്സാഹപ്പെടാതെ ഈ സഹോദരിയെ വന്ന് ശുശ്രൂഷിക്കുകയും അവളുടെ അടുക്കൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അവൾക്ക് വേണ്ടി, സ്തോത്രം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ പെൺകുട്ടി കർത്താവിനെ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവുമായി കൈക്കൊള്ളുവാനിടയായി. അപ്പം അവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കും ഇങ്ങനെയാണ്: കർത്താവിനെ യേശുവിന്റെ രക്ഷിതാവുമായി തന്റെ ഉള്ളത്തിൽ കൈക്കൊണ്ടപ്പോൾ തന്റെ ഹൃദയത്തിലെ ഭാരം നീങ്ങിപ്പോകുന്ന അനുഭവം എനിക്കുണ്ടായി.
താൻ പരലൈസായി കിടക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത പോലും തന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവം ഉണ്ടായി. എന്നാലും സ്റ്റിൽ ഷി വാസ് പാരലൈസ്ഡ്. ഹല്ലേലൂയ. അങ്ങനെ കടന്നു പോകുമ്പോൾ കർത്താവ് തന്റെ അടുക്കൽ വന്ന് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു പിതാവ്, ഒരു സഹോദരൻ വന്ന് അടുക്കൽ വന്ന് സംസാരിക്കുന്ന പോലത്തെ അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായി. സ്തോത്രം. ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ ഇങ്ങനെ ചോദിച്ചു, ഒരു തുള്ളി വെള്ളം കോരി കുടിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ കൈ കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. തന്റെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ തന്റെ സ്വന്തം ശരീരത്തിലെ ശേഷി കൊണ്ട് ചലനം കൊണ്ട് അത് സാധിക്കുന്നില്ല. കാരണം കഴുത്തിന് താഴോട്ട് മുഴുവൻ പാരലൈസായിപ്പോയി. സ്തോത്രം. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞ ദൈവസന്നിധിയിൽ ഇങ്ങനെ കർത്താവിന്റെ അടുക്കൽ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, കർത്താവെ, എന്റെ കൈ കൊണ്ട് എന്റെ മുഖത്ത് കണ്ണിൽ നിന്ന് ഒഴുകുന്ന എന്റെ മുഖത്തൂടെ ഒഴുകുന്ന എന്റെ കണ്ണിൽ നിന്ന് തുടയ്ക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവ്, എന്റെ കൈകാലുകൾ അനക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. സ്തോത്രം. കർത്താവ്, എപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ പെൺകുട്ടി കർത്താവിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അപ്പോൾ കർത്താവ് ശാന്തമായി പറഞ്ഞു, മകളെ, എനിക്കും അതുപോലത്തെ അനുഭവം ഉണ്ടായി. എന്റെ തലയിൽ നിന്ന് എന്റെ മുഖത്തുകൂടെ ഒഴുകുന്ന, സ്തോത്രം, എന്റെ ശരീരത്തിൽ കൂടെ താഴോട്ട് ഒഴുകുന്ന, എന്റെ കണ്ണിൽ കൂടെ ഒഴുകുന്ന രക്തത്തിന്റെ തുള്ളികൾ എനിക്ക് ഒന്ന് തുടച്ചു കളയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ കൈകാലുകൾ അനക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കൈകളിൽ രണ്ടു വശത്തുമായി എന്റെ കാലിൽ ആണ് തറയ്ക്കപ്പെട്ട് ഞാൻ നിന്ന് കിടക്കുന്ന അനുഭവം നീ ഒരുപക്ഷെ ചിന്തിച്ചുണ്ടാകുമോ. സ്തോത്രം. എന്റെ മുഖത്തു നിന്ന് ഒഴുകുന്ന, സ്തോത്രം, ഈ രക്തത്തുള്ളികൾ, എന്റെ കണ്ണിൽ കൂടെ ഒഴുകുന്ന ഈ രക്തത്തുള്ളികൾ എനിക്കൊന്ന് തുടച്ചു കളയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുപോലും സാധിച്ചില്ല. ഞാനത് നിനക്ക് വേണ്ടി അതെല്ലാം സഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്റെ മനസ്സിലെ അതുവരെ ഉണ്ടായിരുന്ന ഭാരം മാറിപ്പോയതായി ആ പെൺകുട്ടിയുടെ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാനിടയായി. പിൽക്കാലങ്ങളിൽ അനേകായിരങ്ങളെ ഹല്ലേലൂയ കർത്താവിലേക്ക് നടത്തുവാൻ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ ഈ പെൺകുട്ടിയിൽ കൂടെ ഇന്നും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ഈ അനുഭവം, സ്തോത്രം, 9 മണി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ അന്ധകാരം കൊണ്ട് ഭൂമി മൂടിയപ്പോൾ, സ്തോത്രം, എന്തുകൊണ്ടത് സംഭവിച്ചു? സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ കാണുവാനിടയായി. സൗത്ത് അമേരിക്കയിൽ ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് തീരിട്ട് കത്തിക്കുന്ന ഒരു അനുഭവം. ചുറ്റും നിൽക്കുന്ന ജനങ്ങൾ തട്ടകസിക്കുകയാണ്. ഈ പെൺകുട്ടി, സ്തോത്രം, ആ തീയിൽ കിടന്ന് വെന്ത് പൊളയുന്ന അനുഭവം ഉണ്ടായപ്പോഴും പിന്നെയും കെറോസിൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊഴിച്ച് ഈ പച്ച ജീവനെ കത്തിക്കുന്ന ഒരു കാഴ്ച വീഡിയോ ക്ലിപ്പിൽ ഇങ്ങനെ കാണുവാനിടയായി. സൗത്ത് അമേരിക്കയിൽ സംഭവിച്ചൊരു സംഭവമാണ്. സ്തോത്രം. പലരും അത് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. സുവിശേഷ നിമിത്തമാണ് വന്നത്. ഒക്കെ സുവിശേഷ നിമിത്തമല്ല, അത് അവിടെ ഉണ്ടായിരുന്ന ഒരു കലാപ നിമിത്തം സംഭവിച്ചതാണ്. ഞാൻ പറയാൻ വരുന്നതിന്റെ സാരം, ആ വീഡിയോ ക്ലിപ്പ് കണ്ടാൽ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടി വിറങ്ങലിച്ചു പോകും. അതുപോലത്തെ ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു. സ്തോത്രം. അങ്ങനെ മനുഷ്യനെ കണ്ടാൽ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അത് സഹിക്കുവാൻ, അത് അല്ലെങ്കിൽ മാനസികമായി എടുക്കുവാൻ കഴിയാത്ത ഈ ഒരു അനുഭവം തന്റെ ഓമനപുത്രൻ കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ, സ്തോത്രം, ഉണ്ടായത് ഇതൊന്ന് കണ്ടിട്ട് അത് ലോകർക്ക് കണ്ടാൽ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സാക്ഷി വിറങ്ങലിച്ചു പോകും, മരവിച്ചു പോകും, അത് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്ന് പിതാവ് വിചാരിച്ചിട്ട്, സ്തോത്രം, 3 മണിക്കൂറിലേക്ക് സ്തോത്രം ദേശത്തെ ഇരുട്ടാക്കി കളഞ്ഞു. സ്തോത്രം. അതിനുശേഷം യേശു അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ പ്രാണനെ വായിക്കുമ്പോൾ ഈ സംഭവിച്ചത് കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. കാണുവാൻ കൂടി വന്ന പുരുഷാരത്തെയും സംഭവിച്ചു കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, കർത്താവ്, സ്തോത്രം, തന്റെ പ്രാണനെ വിട്ടു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ലോകത്തിൽ സംഭവിച്ച ആ അല്ലെങ്കിൽ സംഭവം ഒരു ലോക മനുഷ്യൻ കണ്ടപ്പോൾ ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് ലോകത്തിൽ ഒരു ജാതികൾക്ക് അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, യെരൂശലേം പുത്രന്മാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ലോകത്തിൽ തുടർന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, സ്തോത്രം, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം, ഇത് നേരിടുവാൻ ഹല്ലേലൂയ നിങ്ങൾക്കൊരു പക്ഷേ സാധ്യമല്ല.
എന്നാൽ ഇപ്പോൾ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ 100-200% നമ്മുടെ മുൻപിലുണ്ട്. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്തോത്രം അതിനെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ അതിജീവിക്കാനുള്ള സാവകാശം ഇന്ന് ഭൂമിയുടെ പരപ്പിൽ മാനവരാശിക്ക് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം വേലകൾ തികച്ച് അല്ലെങ്കിൽ പരീക്ഷകൾ ജയിക്കുന്ന ഭക്തന്മാർ വിജയകരമായ എല്ലാ സമയങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെയും യാത്ര നമ്മൾ തുടരുന്നത്. സ്തോത്രം ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം സ്തോത്രം അങ്ങനെ ഹല്ലേലൂയ. സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 24-13 വാക്യം തൊട്ട് വായിക്കുമ്പോൾ സ്തോത്രം കർത്താവിനെ മരിച്ചു അടക്കപ്പെട്ടു. സ്തോത്രം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ 2 പേര് എരുസലേമിൽ നിന്ന് എമ്മൂസിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അവർ പോകുമ്പോൾ ഇങ്ങനെ ആകപ്പാടെ ഇവര് മനസ്സ് വിറങ്ങലിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ 3ാമത് ഒരുവൻ ഇതാ അവരെ അടുക്കൽ ഇങ്ങനെ ചേർന്ന് നടക്കുകയാണ്. ഇവര് അല്ലെങ്കിൽ 3ാമത് കൂടെ നടക്കുന്ന ആരാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ അവരോടൊപ്പം നടക്കുകയാണ്. പക്ഷെ ഇവരുടെ ഗൗരവമായി സ്തോത്രം ശ്രദ്ധിക്കുകയാണ്. സ്തോത്രം അവരിങ്ങനെ പോകുമ്പോൾ സ്തോത്രം 17ാമത്തെ വാക്യം അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാരി മുഖത്തോടെ നിന്നു. അപ്പോൾ ഒരു പറയുകയാണ്, ക്ലെയോഫാവ് എന്നൊരു മനുഷ്യൻ പറയുകയാണ്, യെരുശലേമിലെ പരദേശികൾ നീ മാത്രം ഈ നാളുകളിൽ ഇവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതെന്ന് അവനവരോട് ചോദിച്ചു. അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള യേശുവിനെ കുറിച്ച് തന്നെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ ഞങ്ങളെ വീണ്ടെടുക്കാനുള്ളതെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. സ്തോത്രം ഇവര് ഭയപ്പെട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. സ്തോത്രം ഈ 3ാമത്തെ വ്യക്തിയോട് പറയുകയാണ്, നീ മാത്രം ഈ യെരുശലേമിൽ വന്ന് പാർക്കുന്ന പരദേശിയായി പാർക്കുന്ന നീ മാത്രം ഈ സംഭവം അറിയുന്നില്ല. കാരണം ഇത് ലോകം മുഴുവൻ അറിഞ്ഞ, യെരുശലേം മുഴുവനും അല്ലെങ്കിൽ അവിടുത്തെ രാജ്യം മുഴുവനും അറിഞ്ഞ ഒരു സംഭവമാണ്. യേശുവിനെ സ്തോത്രം 2 കള്ളന്മാരുടെ മധ്യത്തിൽ അല്ലെങ്കിൽ പകൽ ഏകദേശം 6 മണി മുതൽ 9 മണി വരെ കൂരിട്ടുണ്ടായി എന്നൊക്കെ ഉള്ള സംഭവം അത് ലോകത്തിൽ ഒരു മുറിക്കുള്ളിൽ സംഭവിച്ചതല്ല. അത് ലോകത്തിന്റെ അല്ലെങ്കിൽ മുറുകയിൽ സംഭവിച്ച സംഭവമാണ്. പട്ടാപ്പകൽ കൂരിട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതുപോലും നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലേ? പാറകൾ പിളർന്ന ഭൂകമ്പം ഉണ്ടായ കാര്യം നീ അറിഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താൻ വിവരിച്ചു പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾ അവനെ വളരെ ആശയോടെയാണ് കാത്തിരുന്നത്. സ്തോത്രം നമ്മുടെ പ്രവാചകന്മാരുണ്ടല്ലോ, നമ്മുടെ ഉപദേഷ്ടാക്കന്മാരുണ്ടല്ലോ, അവനെ അവർ ക്രൂശിച്ച് അവന് കൊന്നു. സ്തോത്രം ഇത് സംഭവിച്ചിരുന്നു 3 നാളെ ആയിട്ടുള്ളൂ. സ്തോത്രം എന്നാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഹോദരിമാര് കല്ലറയ്ക്ക് ചെന്നപ്പോൾ അവനെ അവിടെ കണ്ടിട്ടില്ല, അവിടെ കാണുന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സ് പിന്നെ ഇതാ കലക്കി കളയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ 24 തൊട്ട് വായിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കല്ലറയ്ക്കും സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ അവനെ കണ്ടില്ലെന്നാലും അവനവരോട് അയ്യോ ബുദ്ധിഹീനതയെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിലും എന്നെ കുറിച്ച് ഉള്ളത് എന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്തോത്രം അപ്പോഴും ഈ കൂടെ നടക്കുന്ന ആൾ ആരാണ് എന്നുള്ളത് സ്തോത്രം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ 3ാമത്തെ വ്യക്തി കൂടെ നടക്കുന്ന ആൾ പറയുകയാണ്, അയ്യോ ബുദ്ധിഹീനരെ, കർത്താവ് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ മോശയിൽ കൂടെ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. സ്തോത്രം സ്തോത്രം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് സ്തോത്രം പ്രവാചകന്മാരിൽ തിരുവെഴുത്തുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാചകൻ മുഖാന്തരം തിരുവെഴുത്തുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്ത ബുദ്ധികളെ എന്ന് പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. കർത്താവിനോട് നടന്നപ്പോഴൊക്കെ കർത്താവ് അല്ലെങ്കിൽ ഈ പ്രവചന കാര്യങ്ങളെല്ലാം ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. അവർക്ക് പക്ഷേ അത് കേൾക്കുവാൻ ഗ്രഹിപ്പാൻ അപ്പോഴവർക്ക് കഴിയുന്നില്ല. സ്തോത്രം
അങ്ങനെ പോകുമ്പോൾ അവൻ അടുക്കുന്ന അവർ പാർക്കുന്ന ഗ്രാമത്തോടടുത്തു. സ്തോത്രം. അപ്പോൾ അവരുടെ മുഖഭാവം മാറി. അവരോ ഞങ്ങളുടെ അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് പാർക്കാൻ നേരം വഴി അസ്തമിപ്പാറായില്ലെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് പാർപ്പാൻ ചെന്നു. സ്തോത്രം. ഇവിടെ ഞാൻ ഒരു ആത്മീയ മർമ്മം പറയട്ടെ പ്രിയപ്പെട്ടവരെ. പലപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ശുദ്ധ മനസ്സാക്ഷിയുള്ളവർ ഈ തിരുവെഴുത്തുകളെ നമുക്ക് വ്യാഖ്യാനിച്ചിരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരസഹായിയായി ആ സമയത്തിൽ നമുക്ക് മറ്റുള്ളവരെ കാണുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ആയിത്തീരുവാനായിട്ട് കഴിയും. പലപ്പോഴും സ്തോത്രം നമുക്ക് സഹായിപ്പാൻ അല്ലെങ്കിൽ നമുക്കൊരു അവസരം മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് പ്രാപ്തിയും സാവകാശവും തരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വഴി എന്തെന്ന് തിരിച്ചറിയാതെ മനംതിരിഞ്ഞ് നമ്മൾ അതിന് സഹായിപ്പാൻ താല്പര്യമില്ലാതെ മാറിപ്പോയാൽ സ്തോത്രം നമ്മൾക്കുള്ള നന്മയും സന്തോഷവുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ അവർ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചപ്പോൾ ഈ പോയ 2 പേര് അവനെ നിർബന്ധിക്കുകയാണ്. അല്ല, നേരം വൈകിയല്ലോ, ഇന്ന് ഏതായാലും ഞങ്ങളുടെ പാർക്കാരെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അത് സാക്ഷാൽ കർത്താവ് അവരുടെ കണ്ണ് തുറന്നു. ഇത് യേശു എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. സ്തോത്രം. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയം, ലാസ്റ്റ് മൂമെന്റ് വരെ ഈ പരീക്ഷ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയപ്പോഴും സ്തോത്രം ഈ പോയ 2 വ്യക്തികൾക്ക് സ്തോത്രം ഹല്ലേലൂയ ഈ സന്ദർഭങ്ങൾ ഈ തിരുവെഴുത്തുകളൊക്കെ തിരിച്ചു പറഞ്ഞു തിരിച്ചു കൊടുത്തപ്പോഴും ഈ പോയ 2 പേർക്ക് തിരിച്ച് ഇത് യേശുവാണ് നമ്മുടെ അടുക്കൽ വന്നു നിൽക്കുന്നത് എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഒടുവിൽ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ സ്തോത്രം അത് യേശുവാണ് എന്ന് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അവൻ അപ്പം എടുത്ത് ഹല്ലേലൂയ അവർക്ക് വാഴ്ത്തി കൊടുത്തിട്ട് അവൻ അവിടുന്ന് അപ്രത്യക്ഷനായി എന്ന് തിരുവെഴുത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനുശേഷം പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായി. സ്തോത്രം. പലയിടങ്ങളിൽ വെച്ച് പല സാഹചര്യങ്ങളിൽ പല വിധത്തിൽ സ്തോത്രം. അപ്പോൾ സ്തോത്രം 8-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം സ്തോത്രം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും തിബിരിയാസ് കടലിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. പ്രത്യക്ഷനായ ജീവിതമായിരുന്നു. ശീമോൻ പത്രോസും ദീദിമോസും തോമസും ഗലീലയിലെ കാനാവിലെ നസ്രയത്തിലും സബദി മക്കളും എന്റെ ശിഷ്യന്മാർ വേറെ 2 പേർ ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് മുൻപായി നടക്കായിരുന്നു സംഭവിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ മടങ്ങി വരുമ്പോൾ അവർ കാണുന്ന ഈ അപ്പോസ്തലന്മാർ കൂടിയിരുന്ന ഭാഗത്ത് അവർ കാണുന്ന കാഴ്ച ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 33-ാമത്തെ വാക്യം. കർത്താവ് വാസ്തവമായി വരുത്തുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നവരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവർ അപ്പം നോക്കിയാൽ തങ്ങൾക്ക് അറിയാമെന്നും അവരും വിവരിച്ചു പറഞ്ഞു. മടങ്ങി വന്നപ്പോൾ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ഈ വഴി നടന്ന് ഇവർക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ പത്രോസിന് പ്രത്യക്ഷനായത് ശീമോന് പ്രത്യക്ഷനായത് ശീമോൻ വിവരിക്കുന്നവർ പറയുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി അവർക്കൊരു യഥാസ്ഥാനത്തിലേക്ക് മടങ്ങിയൊരു അനുഭവം അവർക്ക് അവിടെ ഉണ്ടാവുകയാണ്. സ്തോത്രം. തുടർന്ന് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം അതിനുശേഷം തിബിരിയാസ് കടലിൽ വെച്ച് കർത്താവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവരുടെ പ്രതീക്ഷ 8 ദിവസം അപ്പോഴത്തേക്ക് കഴിഞ്ഞു. സ്തോത്രം. കർത്താവ് ഇങ്ങനെ സ്തോത്രം പല വിധത്തിൽ ഇവർക്ക് പ്രത്യക്ഷനായിട്ട് കടൽക്കരയിൽ വന്ന് നിൽക്കുകയാണ്. പത്രോസ് സ്തോത്രം ശീമോനും കൂടെ ഉണ്ടായിരുന്ന തോമസും എല്ലാം കൂടെ പറയുകയാണ്, അല്ല നമ്മുടെ പ്രതീക്ഷകളൊക്കെ പോയിടേ, നമുക്കിനി ഹല്ലേലൂയ നമ്മളെ പ്രത്യാശ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്റെ പഴയ പണിക്ക് പോവുകയാണ്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ അവരെ മീൻ പിടിക്കാൻ പോകുന്നു. കൂടെ മറ്റു ചിലരും കൂടെ കടന്നു പോവുകയാണ്. സ്തോത്രം. അവരെ പോയി കടലിൽ മീൻ പിടിക്കുമ്പോൾ സ്തോത്രം 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 ഹല്ലേലൂയ കർത്താവ് കടൽക്കരയെ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, ഇവിടെ പല ആത്മീയ മർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് എത്ര ജീവിത അനുഭവങ്ങൾക്കൂടെ അടുക്കൽ വന്ന് നമുക്ക് രോഗസൗഖ്യമോ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും ചില പ്രത്യേക നിമിഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കൽ ഇല്ലാതെ വരുമ്പോൾ സ്തോത്രം രഹസ്യമായി കർത്താവ് മാറി നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ അല്പം അകലെയായി എന്ന് ചിന്തിച്ച് നമ്മൾ നിൽക്കുമ്പോൾ സ്തോത്രം
കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കലുണ്ട്. എന്നാൽ ആ നിമിഷ നേരങ്ങളിൽ വഴിതെറ്റി പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസിന് അവിടെ ആയതാണ്, മറ്റ് ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായതാണ്. സ്തോത്രം. യോഹന്നാന് ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ വന്ന സ്തോത്രം അവന്റെ വിരല് അവന്റെ മുറിവുകളിൽ ഇട്ട് താന് സ്തോത്രം ആ കർത്താവിനെ തിരിച്ചറിയാണ്. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രതീക്ഷകളെല്ലാം പിന്നെ അസ്തമിച്ചു പോയി. സ്തോത്രം. ഇനി എന്താണ് മുൻപോട്ട്, ഇനി എന്ത്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവരുടെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. സ്തോത്രം. ഇവരിപ്പോൾ തീരുമാനിച്ചു, ഓക്കെ ഇനി നമുക്ക് എങ്ങനെയെങ്കിലും മീൻ പിടിച്ച് നമ്മുടെ പഴയ ജോലിക്ക് പോയി. സ്തോത്രം. കർത്താവ് പോയി കഴിഞ്ഞു, സ്വർഗരാജ്യത്ത് പോയി കഴിഞ്ഞു, നമുക്കിനി കർത്താവുമില്ല, നമുക്കൊരു ലീഡറുമില്ല, നമ്മൾ ഇത്രയും ഓടി നടന്നു വന്നത് എല്ലാം വൃഥാവായി പോയല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഇവരെ പഴയ പണിക്ക് പോയി. സ്തോത്രം. ഒരു മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് കടൽക്കരയിൽ വന്ന് നിന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. പുലർച്ചെയാണ് 4:21 യോഹന്നാൻ 21:4 പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്ന ശിശുമാർ അറിഞ്ഞില്ല. യേശു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വന്നതുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല എന്നൊരു ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വീശി എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസാണ്. ഇത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ ഭാഗം ഞാൻ അങ്ങോട്ട് താഴ്ത്തി വിടുകയാണ്. സ്തോത്രം. ജീവിതത്തിൽ പ്രതിസന്ധി വന്ന് അവർ പഴയ പണിക്ക് പോയപ്പോഴും കർത്താവ് അവരെ വിടുവാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. കർത്താവ് അടുക്കൽ വന്നിട്ട് നിങ്ങളെ കിട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് അവരോട് വെച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സ്തോത്രം. അത് പറയുകയാണ്, നിങ്ങൾ പടകിന്റെ വലത്ത് ഭാഗത്ത് അവിടെ വീശിയപ്പോൾ സ്തോത്രം അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പോൾ ഒരുവൻ തിരിച്ചറിയാൻ കഴിഞ്ഞു, എടാ ഇത് യേശുവാണ്. നമുക്ക് കഴിഞ്ഞ ദിവസവും കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളോട് സംസാരിച്ചതല്ലേ, കർത്താവ് നമുക്ക് അപ്പം നുറുക്കി തന്നതല്ലേ. സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ നമ്മൾ കല്ലറയിൽ പോയി കണ്ടപ്പോൾ എന്റെ ബോഡി കാണാതെ മടങ്ങി വന്ന് സ്തോത്രം നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച കർത്താവല്ലേ. സ്തോത്രം. അപ്പോൾ സ്തോത്രം അവരെ മടങ്ങി വന്നു. കരയിൽ വന്നപ്പോൾ സ്തോത്രം കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു അപ്പവും കണ്ടു. യേശു ചിലവ് കൊണ്ട് വരുവി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ സ്തോത്രം എല്ലാം അസ്തമിച്ചു എന്ന് മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും നമുക്ക് എന്താണ് ഭൗതികമായ ആവശ്യമെന്ന് അറിഞ്ഞ് നമ്മളെ സ്തോത്രം ഭൗതികമായി നമ്മുടെ ഹല്ലേലൂയ ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തി നമുക്കൊരല്പം ധൈര്യം ശാരീരികമായി തന്നിട്ട് നമ്മുടെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ആത്മീയമായി നമുക്ക് ഇവിടുന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ അവർ കൊണ്ടുവന്നു. സ്തോത്രം. കർത്താവ് സ്തോത്രം അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായിട്ടാണ് സ്തോത്രം അവരുടെ കുടുംബത്തെ പോറ്റുവാനുള്ള ആവശ്യങ്ങളുമായിട്ടാണ് ശിഷ്യന്മാർ അവിടെ നിന്ന് കർത്താവിന്റെ സ്ഥലയിൽ നിന്ന് മടങ്ങിപ്പോയി തന്റെ പ്രവൃത്തിക്ക് പോയത്. എന്നാൽ ഏത് കാര്യത്തിലാണ് തന്റെ ശിഷ്യന്മാർ പ്രയാസപ്പെട്ടിരിക്കുന്നത് അത് തന്നെ കർത്താവ് ഇവിടെ നിവർത്തിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. തുടർന്ന് മുമ്പോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനെ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 16-ാമത്തെ വാക്യം, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 17-ാമത്തെ വാക്യം, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ അന്ത്യഘട്ടത്തിൽ പലപ്പോഴും മുൻപോട്ട് പോയി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മളെല്ലാം പിന്മാറി ഹല്ലേലൂയ മനം കലങ്ങിയവരായി നിരാശപ്പെട്ടവരായി നമ്മൾ മാറി നിൽക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് നമ്മൾ ഭാരപ്പെടുന്നതെന്ന് കർത്താവിന് വ്യക്തമായി അറിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തന്നിട്ട് സ്തോത്രം നമ്മുടെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ യോഹന്നാനെ ഈ ശിമോനെ സംഭവിച്ച എന്താണ്? മുൻപ് കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. സ്തോത്രം. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവൻ പറഞ്ഞതാണ്, കർത്താവെ നിന്നോട് മരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. കർത്താവിന് നേരിടുവാൻ പോകുന്ന കഷ്ടങ്ങളെ കുറിച്ച് താൻ കർത്താവ് മുൻകൂട്ടി പറഞ്ഞപ്പോൾ നിനക്കങ്ങനെ സംഭവിക്കരുത് എന്നൊക്കെ കർത്താവിനെ തർജ്ജമ ചെയ്തതാണ്. സ്തോത്രം. അപ്പോൾ ഈ പ്രത്യേക നിമിഷത്തിൽ പത്രോസിനെ വിളിച്ച് യഥാസ്ഥാനപ്പെടുത്തി കർത്താവ് ചോദിക്കുകയാണ്, ശിമോനെ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം.
മുതലായ ശ്രീമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഈ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി നമ്മളുടെ അടുത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും നിന്റെ അരകെട്ടി ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗ്രഹിക്ക എന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ഇവിടെ പറയാൻ വരുന്നതിന്റെ കാര്യം ചോദിച്ചാൽ, ജീവിതത്തിൽ പലപ്പോഴും മുൻപോട്ട് പോകുവാൻ ഒരു മാർഗവും നമ്മളില്ലാതെ രക്ഷയുടെ സന്തോഷം നമ്മൾ കണ്ടതാണ്. കർത്താവിന്റെ പാഠശാലയിൽ നമ്മൾ പഠിച്ചവരാണ്, കർത്താവിനവരാണ്. സ്തോത്രം. എന്നാൽ ജീവിതത്തിലെ നൈമിഷികമായ അവസരങ്ങളിൽ കർത്താവിന്റെ കൂടി പറയുന്ന മാനവരാശിയെ നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയും. സുവിശേഷം അവരുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. കർത്താവിന്റെ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, കർത്താവിന്റെ പാഠശാലയിൽ പഠിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ. പ്രവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഓടിപ്പോകുമ്പോൾ നമ്മളെ പിന്നെയും മടക്കി വരുത്തുന്ന കർത്താവിന്റെ ദൗത്യത്തിലേക്ക് തികച്ചെടുക്കുവാൻ വേണ്ടി പിന്നെയും നമ്മളെ സ്ഥാനപ്പെടുത്തി കർത്താവിന്റെ സുവിശേഷം നമ്മുടെ ശിരസിന്മേൽ വെച്ച് അവന്റെ ആത്മാവിനെ നമ്മളെ അഭിഷേകം ചെയ്ത് നമ്മളെ ബലപ്പെടുത്തി പ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും ഈ കാലഘട്ടം ചിന്തിച്ച സ്തോത്രം, പലപ്പോഴും മനസ്സ് വിറങ്ങലിച്ച് അല്ലെങ്കിൽ കർത്താവെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലയോ, ഞങ്ങൾ പ്രാർത്ഥിച്ച അപേക്ഷ നീ കേട്ടില്ലയോ എന്നൊക്കെ ചിന്തിച്ച് പലരും പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിട്ട് മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും പ്രവർത്തിച്ച് ഒരു കുറവും സംഭവിക്കുന്നില്ല. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിനെ അറിയിച്ചു. കർത്താവിന്റെ ഹിതങ്ങൾ വഴികൾ ഒരു മനുഷ്യനും അറിയുവാൻ കഴിയുന്നില്ല. കർത്താവ് വരും എന്ന് നമ്മൾ വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഏത് സമയത്തൊന്ന് പുത്രൻ കൂടെ അറിയാതിരിക്കുമ്പോൾ നമുക്കതിനെ യാതൊരു വിധത്തിലും ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല. കർത്താവ് താൻ അത് നിശ്ചയിച്ചതുപോലെ അതിന്റെ സമയത്തിൽ അത് സംഭവിക്കും. എന്തെന്നാൽ പോലെ കർത്താവിന്റെ വരവ് ഈ ഭൂമിയിലുണ്ടായി, തന്റെ ജനനം ഈ ഭൂമിയിലുണ്ടായെങ്കിൽ പ്രവചനങ്ങൾ പോലെ സ്തോത്രം അപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്നെ കർത്താവിന്റെ ഭൂമിയിലെ വാസം നടന്നുവെങ്കിൽ, പ്രവാചകന്മാർ പ്രസംഗിച്ചതുപോലെ സ്തോത്രം കർത്താവിന്റെ ക്രൂശുമരണവും എല്ലാം നടന്നുവെങ്കിൽ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്റെ അടക്കം നടന്നുവെങ്കിൽ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നുവെങ്കിൽ, പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നത് പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന പോലെ കർത്താവിന്റെ മടങ്ങി വരവ് സംഭവിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. മനുഷ്യന്റെ വാക്കുകളാൽ ഉളവായതല്ല. സ്തോത്രം. ദൈവം താൻ ഭൂമിയിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി തന്റെ ഭക്തർക്കായി ഒരുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിലെ ആദ്യ അനുഭവത്തിലേക്ക് തന്റെ ഭക്തരെ മടക്കി വരുത്തുവാൻ ഇറങ്ങി വന്ന സ്തോത്രം മാനവരാശിയുടെ അല്ലെങ്കിൽ കുറവുകളെ തന്റെ ശിരസിന്മേൽ വഹിച്ചിട്ട് സ്തോത്രം എന്ന് തോന്നുമാറ് ഒരു മനുഷ്യനും ഒരു സൗന്ദര്യവും കൊടുക്കാറുമായി സൗന്ദര്യമായ സ്തോത്രം ഇത്രയും കോമളരൂപിയായ ഒരു മനുഷ്യൻ സ്തോത്രം പഴയ നിമിത്തം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. എന്റെ പ്രിയനെ പോലെ സുന്ദരൻ ആരുള്ളൂ. സ്തോത്രം. അവൻ അതിശ്രേഷ്ഠൻ സുന്ദരൻ. സ്തോത്രം സ്തോത്രം എന്നൊക്കെ ആ ഭാഗത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. സ്തോത്രം. ഇത്രയും സുന്ദര രൂപിയായിരുന്ന നമ്മുടെ കർത്താവിനെ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കി സ്തോത്രം തന്നെത്താൻ ഏൽപ്പിച്ച് മാനവരാശിയുടെ രക്ഷയ്ക്ക് ഇങ്ങനെ പാത്രീഭൂതനാക്കിയെങ്കിൽ സ്തോത്രം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ പോലെ കർത്താവ് ഭൂമിയിൽ മടങ്ങി വരുവാൻ പോകുകയാണ്. സ്തോത്രം. അതിന് മുമ്പായി തന്റെ വേലകൾ തയ്ക്കപ്പെടുന്ന അനേകാര്യങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ മാറ്റപ്പെടും. സ്തോത്രം. പ്രവചനത്തിന്റെ ഓരോ ഭാഗങ്ങൾ അതാത് സമയങ്ങളിൽ നിവർത്തിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന ഓർത്ത് സ്തോത്രം നമ്മുടെ പരീക്ഷാ കാലഘട്ടം ഭയത്തോടെ നമ്മൾ കഴിച്ച് അതിനെ ജയിക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകുമാറാകട്ടെ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോയി ചില കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് നമ്മളെ പ്രാർത്ഥിച്ചെടുത്ത് പോവുകയാണ്. സ്തോത്രം. എന്നാൽ തുടർന്ന് ഈ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? സ്തോത്രം. കർത്താവിന്റെ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം,
അതിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും. സ്തോത്രം. അതിന്റെ 24 സ്തോത്രം 44 യേശുവോട് ഇടപെടുന്നു, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഒക്കെ നിവൃത്തിയാകെ ഉള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. സ്തോത്രം. ഇതാണ് നമുക്ക് ആവശ്യം, ഈ സമയത്തിൽ ആവശ്യം. സ്തോത്രം. പരീക്ഷകൾ നമുക്ക് നേരിടുമ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർത്താവിന്റെ അടുക്കൽ നിന്ന് പലപ്പോഴും കർത്താവിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പരീക്ഷ ഘട്ടത്തിൽ സ്തോത്രം പലപ്പോഴും മനം തിരിഞ്ഞ് മാറിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിച്ച് മനം കലങ്ങി നമ്മൾ നിൽക്കുമ്പോൾ സ്തോത്രം ഈ ഒരു അനുഭവമാണ് നമുക്ക് ആവശ്യം. തിരുവെഴുത്തുകളെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാൻ നമ്മുടെ അകക്കണ്ണ് ഈ ദിവസങ്ങൾ തുറന്നു കിട്ടണം. ഇതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്ന് ആ തിരുവെഴുത്തിലെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പരീക്ഷ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് ഓടിപ്പോകുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഒരു ബെറ്ററായിട്ടുള്ള ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്തോത്രം. ലാസർ മരിച്ചു. സ്തോത്രം. ദിവസങ്ങൾ കഴിഞ്ഞു. കർത്താവിൽ അറിഞ്ഞു ലാസർ ദീനമായി കിടക്കുന്നു എന്നൊക്കെ കർത്താവ് അറിഞ്ഞു. കർത്താവ് 2-3 ദിവസം മാറി നിൽക്കുകയാണ്. ഒടുവിൽ പറഞ്ഞു കർത്താവ് ശിശുമാർ പറയുന്നത് ഓക്കെ നമ്മുടെ സഹോദരനെ ലാസറിന്റെ അടുക്കിലേക്ക് പോകാം. സ്തോത്രം. ഇത് കേട്ടപ്പോൾ തന്നെ മാർത്ത ഓടി വന്നു, കർത്താവിനെ എതിരേൽക്കാൻ ഓടി വന്നു. അപ്പോൾ പറഞ്ഞു അയ്യോ കർത്താവെ എന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഉണ്ട്. സ്തോത്രം. അല്ല അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ മാർത്ത പറയുകയാണ് അല്ല കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. പുനരുത്ഥാന സമയത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന തിരുവെഴുത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്കറിയാം. അവൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞത് ഇൻസ്റ്റന്റ്ലി ഹീസ് ഗോയിങ് ടു റൈസ് അപ്പ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ബൈബിൾ കോളേജിലാണ് ഈ മാർത്ത പഠിച്ചത്. തിയോളജി നന്നായിട്ട് അറിയാം. സ്തോത്രം. പക്ഷേ അകക്കണ്ണ് തുറന്നിട്ടില്ല. സ്തോത്രം. കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് വസ്തുത മാർത്തയ്ക്ക് അറിയാൻ കഴിയുന്നില്ല. സ്തോത്രം. തിയോളജി നന്നായിട്ട് അറിയാം. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കർത്താവിന്റെ ശീതം എന്താണ്, കർത്താവ് നമ്മളെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം നമുക്ക് ഇതിൽ ആവശ്യമാണ്. സ്തോത്രം. പലരും പല കാര്യങ്ങൾ പലപ്പോഴും പല വിധത്തിൽ പറയുന്നു. സ്തോത്രം എന്നാണ് കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത്, കർത്താവ് നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. തുടർന്ന് സ്തോത്രം പത്രോസ് എങ്ങനെയാണ് തന്റെ ജീവിതം ഈ ഭൂമിയിൽ തീർക്കുന്നത് എന്ന് മുൻകൂട്ടി കർത്താവ് പറഞ്ഞിട്ട് സ്തോത്രം താൻ സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പേ സ്ത്രീകളെ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് അവൻ കടന്നുപോയി. സ്തോത്രം. ആത്മാവിനാൽ നിറയപ്പെട്ടവരായി അപ്പോസ്തലന്മാർ മുഴുവനും സ്തോത്രം മനസ്സിൽ അവിടെ ഇവിടെയായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. സ്തോത്രം. ഈ അപ്പോസ്തലന്മാർക്ക് സംഭവിച്ച എന്താണ്? സ്തോത്രം. വളരെ ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ച് അനേകാര്യങ്ങളെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നടത്തി വന്ന പത്രോസിന് എന്ത് സംഭവിച്ചു? 764 നീറോ ചക്രവർത്തി ക്രൂശിച്ച് കൊന്നു, തലകീഴായി തന്നെ ക്രൂശിച്ച് കൊന്നു. സ്തോത്രം. അനേകർ പ്രാർത്ഥിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പത്രോസ് മരിക്കരുത്, അവന് കൊല്ലപ്പെടരുത് എന്ന് പ്രാർത്ഥിച്ചു കാണില്ലേ? സ്തോത്രം. പ്രാർത്ഥിച്ചു കാണുന്നു. സ്തോത്രം. നീറോ ചക്രവർത്തി ഇതാ പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു കൊന്നു. അന്ത്രോസ് എന്താണ് സംഭവിച്ചത്? നരഭോജികളുടെ സുവിശേഷം പ്രസംഗിച്ച അന്ത്രോസിനെ AD 60 പത്രോസിനെ പോലെ ഗ്രീക്ക് നഗരമായ അല്ലേലിയ പാട്രാക്സിൽ വെച്ച് അല്ലേലിയ എക്സാകൃതിയുള്ള അവനെ തറച്ചു കൊന്നു. സ്തോത്രം. സെബദിയോടുമായ യാക്കോബൻ എന്താണ് സംഭവിച്ചത്? ഏകരക്ഷകൻ എന്ന് ഘോഷിച്ച യാക്കോബനെ ഹെരോദാവ് സ്തോത്രം AD 44 യെരുശലേമിൽ വിളിച്ച് കഴുത്തറത്ത് കൊന്നു. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. റോമൻ ചക്രവർത്തി അല്ലെങ്കിൽ റോമിലെ ഒരു കൊളീസിയത്തിൽ കൊണ്ടുവന്നു. സ്തോത്രം. താൻ സുവിശേഷം പ്രസംഗിച്ച നിമിത്തം തന്നെ തിളച്ച എണ്ണയിലിട്ടു. സ്തോത്രം. എന്നാൽ യാതൊരു കേടും കൂടാതെ സ്തോത്രം പുറത്തു വന്നപ്പോൾ തനിക്ക് ഒരു കേടും സംഭവിക്കില്ല എന്ന് അവിടെ കൂടിയുന്ന അനേകായിരങ്ങൾ കണ്ടപ്പോൾ സ്തോത്രം അവർ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ അത് കാരണമായി. തുടർന്ന് തന്നെ പത്മോസിലേക്ക് നാട് കടത്തി. സ്തോത്രം. പത്മോസ് ദ്വീപിൽ വെച്ച് ഭാവിയിൽ സംഭവിക്കാനുള്ള വെളിപ്പാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി യോഹന്നാൻ അപ്പോസ്തലനെ അവിടെ വെച്ച് അത് നിറച്ച് തന്നെ വീണ്ടും ഭൂമിയുടെ വൻകരയിലേക്ക് കൊണ്ടുവന്ന് സ്തോത്രം
അവൻ വെളിപ്പാട് പുസ്തകം ജനത്തിനെ കൊടുത്തിട്ട് താൻ AD 94 ഒരു സ്വാഭാവിക മരണം വരിച്ചു. അപ്പോസ്തലന്മാർ മുഴുവനും ഹല്ലേലൂയ യോഹന്നാൻ ഒഴികെ ബാക്കി മുഴുവനും ദാരുണമായി ഈ ഭൂമിയിൽ നിന്ന് കൊല്ലപ്പെടുകയായിരുന്നു. പലരാലും പല വിധത്തിലും കൊല്ലപ്പെടുകയാണ്. ഫിലിപ്പോസിന് എന്താണ് സംഭവിച്ചത്? സ്തോത്രം. ഗ്രീക്ക് നഗരമായ ഹിറപ്പോലിസിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ചു, തലകീഴായി ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ താൻ ക്രൂശിൽ കിടക്കുമ്പോഴും വഴിപോകുമ്പോഴോട് സുവിശേഷം പറഞ്ഞുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. വ്യർത്ഥമായിട്ടാണ് സംഭവിച്ചത്. വിഗ്രഹാരാധികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ക്രൂരമായി താൻ മർദ്ദിക്കപ്പെട്ടു. പിന്നെ താൻ അർമേനിയയിലെ അർബാൻ നഗരത്തിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. മറ്റെന്താണ് സംഭവിച്ചത്? സ്വർഗാരോഹണത്തിന് ശേഷം പേർഷ്യ, എത്യോപ്യ എന്നിവിടങ്ങളിലേക്ക് താൻ സുവിശേഷം എത്യോപ്യൻ ഗവൺമെന്റ് ഭടന്മാരാൽ താൻ ദാരുണമായി സംഭവിച്ചത്. യെരുശലേമിൽ കല്ലെറിഞ്ഞ് തന്നെ കൊന്നു. സ്തോത്രം. ശിമിയോൻ എന്താണ് സംഭവിച്ചത്? പേർഷ്യയിൽ സൂര്യദേവനെ ആരാധിക്കാത്തതിന്റെ പേരിൽ ശരീരത്തെ തല മുതൽ പാദം വരെ രണ്ടായിട്ട് കീറി തന്നെ കൊന്നുകളഞ്ഞു. സ്തോത്രം, സ്തോത്രം. യാക്കോബിന്റെ സഹോദരനായ യൂദായ്ക്ക് എന്താണ് സംഭവിച്ചത്? തുടങ്ങിയതിലേക്ക് സുവിശേഷം താൻ കടന്നുപോയി. സ്തോത്രം. ഒടുവിൽ അർമേനിയയിൽ വെച്ച് തന്നെ വടി കൊണ്ടടിച്ച് കൊന്നു. അതിനുശേഷം തന്റെ തല വെട്ടിമാറ്റിയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് എന്താണ് സംഭവിച്ചത്? ജാതികളുടെ ഇടയിൽ സുവിശേഷം ഘോഷിച്ച നിമിത്തം ഓമൻ കടവിൽ തന്നെ അകപ്പെട്ടു. സ്തോത്രം. അവിടെ വെച്ച് തന്റെ കഴുത്തറുത്ത് അപ്പോസ്തലനെ കൊന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു. മത്തിയാസിന് എന്താണ് സംഭവിച്ചത്? നരഭോജികളുടെ ഇടയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ താൻ തടവിലാക്കപ്പെടുകയും തന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും തന്നെ ചൂഴ്ന്നെടുത്ത് തന്നെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം തന്റെ തല അറുത്തു മാറ്റിയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമസ് അപ്പോസ്തലൻ എന്താണ് സംഭവിച്ചത്? നമ്മൾ പാർത്തിരുന്ന ഇന്ത്യയിൽ താൻ വന്നിട്ട് കേരളത്തിൽ പലയിടങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു. ഒടുവിൽ മൈലാപ്പൂരിൽ വെച്ച് സ്തോത്രം, സ്തോത്രം, കുന്തത്താൽ ഹല്ലേലൂയ കുത്തി എന്നെ അവിടെ കൊലപ്പെടുത്തി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറയാൻ വരുന്നതിന്റെ സാരം, സ്തോത്രം, പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ തന്റെ ഭക്തന്മാർക്ക് നേരിട്ടപ്പോൾ അനേകർ പ്രാർത്ഥിച്ചു കാണില്ലേ പ്രിയപ്പെട്ടവരെ? അനേകർ വിറങ്ങലിച്ചു പോയില്ലേ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. പലരും വിചാരിച്ചല്ലോ ഇവൻ ഇതോടെ തീർന്നു എന്ന്. സ്തോത്രം, സ്തോത്രം. കർത്താവ് താൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെടുമ്പോൾ പിശാച് പറഞ്ഞു, ഇല്ല, അവന്റെ പരിപാടി തീർന്നു, ഇല്ല, അവൻ ഇനി മേലിൽ ഇല്ല എന്ന് അവൻ അട്ടഹസിക്കുമ്പോൾ ഇതാ അവൻ ആഴത്തിലേക്ക് ഇറങ്ങി പിശാചിന്റെ അധീനയിൽ ഉണ്ടെന്ന് പറഞ്ഞ അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്ന പഴയ നമ്മ വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ടിരുന്ന അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. ഈ കർത്താവിന് മുന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സേവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ആരും നിൽക്കുന്നുവോ അത് അന്ത്യം ഒരുപക്ഷെ ദാരുണമായ അന്ത്യമായിരിക്കാം. എന്നാലും സുവിശേഷത്തിന് കോട്ടം സംഭവിക്കുന്നില്ല. ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു മനുഷ്യന് ഒരു സ്വസ്ഥതയും ഇല്ലാതിരിക്കുമ്പോൾ വരുന്ന ലോകത്തിലെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര നമ്മൾ തുടരുമ്പോൾ പ്രിയപ്പെട്ടവരെ അധൈര്യപ്പെട്ടു പോകരുത്. സ്തോത്രം. നമ്മളുടെ ഈ ഭൂമിയിലെ വാസം കേവലം 4 വിരൽ നീളം, പുല്ലിലെ പുഷ്പത്തിന് തുല്യം. സ്തോത്രം. ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ സുഖലോലുപരായി ജീവിച്ചാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇത് കടന്നു പോകും. അന്ത്യം എന്താണ്? സ്തോത്രം. ധനവാൻ സാറിന് സംഭവിച്ചുള്ള അന്ത്യമായിരിക്കാം. ഈ ഭൂമിയിൽ നമുക്കെല്ലാം ദൈവം തമ്പുരാൻ തന്നാലും അതിന്റെ സ്ഥാനത്ത് നിർത്തി കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് സുന്ദീരങ്ങൾ, അവകാശങ്ങൾ, നന്മകളൊക്കെ കർത്താവിന്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തിയാൽ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നിശ്ചയമായും നമുക്കൊരു സ്ഥാനമുണ്ട്. ഈ ലോകത്തിലെ നന്മകളും മഹിമകളും ഒക്കെ താൽക്കാലികമെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തിൽ നിർത്തി നമ്മുടെ അവസരങ്ങൾ കർത്താവിന്റെ നാമമഹത്വത്തിനായി നമുക്ക് പ്രയോജനപ്പെടുത്തി മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷകൻ അനങ്ങാതെ മാറി നിൽക്കും. പരീക്ഷ എഴുതേണ്ട ചുമതല നമുക്കാണ്. ഈ വിഷയത്തിന്മേൽ സ്തോത്രം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സ്തോത്രം. എന്തുവിധമായ പ്രയാസങ്ങൾ, പ്രലോഭനങ്ങൾ, പാഴ്വാക്കുകൾ, പൊഴിവാക്കുകളൊക്കെ സ്തോത്രം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമുക്ക് നേരിട്ടാലും സ്തോത്രം നമുക്കൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ശേഷിക്കുന്നുണ്ട്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ സന്തോഷത്തോടെ അങ്ങനത്തെ അവസ്ഥയെ അവർ കൈവരിച്ചുവെങ്കിൽ സ്തോത്രം സ്തെഫാനോസ് തന്നെ പറയുന്നത് എന്താണ്? സ്തോത്രം കല്ലെറിഞ്ഞ് വെല്ലുമ്പോൾ സ്തോത്രം അവൻ മുട്ടുകുത്തി അവരോട് പറയാണ് കർത്താവിന് തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ ഇവരുടെ പാപം നിർത്തല്ലേ എന്ന് പറഞ്ഞിട്ട് സ്തോത്രം എന്റെ പ്രാണനെ വിടുകയാണ്. സ്തോത്രം. ജനങ്ങൾ ചുറ്റും നിന്ന് അട്ടഹസിക്കുകയാണ്. സ്തോത്രം. ഇതാണ് സമൂഹം. ജനങ്ങൾ ചുറ്റും നിന്ന് അട്ടഹസിക്കുകയാണ്. സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ അവസാനം ഇതൊക്കെ തന്നെയാണെന്ന് ലോകം
മാത്രമേ അങ്ങനെയുള്ള വാക്കുകൾ പറയാനുള്ളൂ. പക്ഷെ ദൈവത്തിനും പറയാനുള്ളത്, ഞങ്ങൾ ഈ ലോകക്കാരല്ല, ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല, ഞങ്ങൾക്കൊരു വാസസ്ഥലം, നിത്യമായൊരു വാസസ്ഥലം, നിത്യമായൊരു ഇടം, നിത്യമായ സ്നേഹിതന്മാർ സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര തുടരുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായി തികച്ച മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് യോഹന്നാൻ ശിമോനോട് ചോദിച്ച ആ ചോദ്യം തന്നെ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? സ്തോത്രം. ഈ ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്താ ഉത്തരം കർത്താവിന്റെ കാണും. സമൂഹത്തിൽ കർത്താവ് നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങളും ദാനങ്ങളും വഴികളും നന്മകളും കർത്താവിന്റെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തി ഈ ലോകം ശാശ്വത യോഗ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തി മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. സ്തോത്രം. അപ്പോസ്തലന്മാർക്ക് ഇങ്ങനെ ദാരുണമായ അവസ്ഥകൾ നേരിട്ടുണ്ടെങ്കിൽ നമുക്കതിലപ്പുറമായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരേണ്ടത്. എന്നാലും അവിടെയും പതറിപ്പോകില്ലേ പ്രിയപ്പെട്ടവരെ, അവിടെയും വീണുപോകല്ലേ, അവിടെയും തോറ്റുപോകല്ലേ. പരസ്പരം ആത്മാവിൽ കൈത്താങ്ങ് കൊടുത്ത് വിജയകരമായി മുന്നേറുവാൻ കർത്താവിനെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നേ ദിവസം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദിവസമായി കർത്താവിനെ നിലനിർത്തട്ടെ. ഈ വചനങ്ങളാൽ കർത്താവിനെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസിനെ കൂടി പ്രഭാത വേളയിൽ കർത്താവിനെ നമ്മളെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഹല്ലേലൂയ, സ്തോത്രം, തിരുവചനത്തിന് ഹല്ലേലൂയ, അതിൽ കൂടി ഹല്ലേലൂയ നമ്മളെ തെളിയിച്ച ഹല്ലേലൂയ കർത്താവിന്റെ ദാസിനെ കൂടി ഹല്ലേലൂയ മനോഹരമായിട്ട് സംസാരിക്കുന്ന കേൾക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് പിന്നെയും അവസരം തന്നല്ലോ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം ഹല്ലേലൂയ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ, പിന്നെയും കർത്താവിന്റെ ഹല്ലേലൂയ ദാസനെ ഹല്ലേലൂയ പിന്നെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അനേകർക്ക് പൊരുൾ തെളിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പ്രാപ്തനാകേണ്ടതിനെ നമുക്ക് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ദൈവം ഹല്ലേലൂയ അദ്ദേഹത്തിലുള്ള സകലതിനെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെയും നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹല്ലേലൂയ പിന്നെ മനുഷ്യമായി ഹല്ലേലൂയ നമ്മൾ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഹല്ലേലൂയ പാഴ്വാക്കുകളും ഒക്കെ കേൾക്കുന്ന ഹല്ലേലൂയ ഒരു ഭൂമിയിലാണ് നമ്മളായിരിക്കുന്ന. ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ വിളിക്കാൻ ഹല്ലേലൂയ അല്ലെങ്കിൽ കർത്താവിന്റെ പാതയെ പിൻപറ്റുമ്പോൾ ആരും അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ നമ്മെ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ഹല്ലേലൂയ അങ്ങനെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമുക്കൊന്ന് മനസ്സിലാക്കണം, നമ്മളെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ തന്നെ ആദ്യകാലം മുതൽ അപ്പോസ്തലന്മാർ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിപ്പിറപ്പോൾ ഹല്ലേലൂയ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ അവർക്കുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അതിനെയൊക്കെ അവരെ ഹല്ലേലൂയ പിന്മാറി പോകുവാൻ ശ്രമിച്ച സ്ഥലങ്ങളിലൊക്കെയും ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പിന്നെയും അവരെ ധൈര്യപ്പെടുത്തി നടത്തിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പിന്നീട് നമുക്ക് ഹല്ലേലൂയ പഠിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം പിന്മാറി പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അതായത് യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും ഇന്ത്യ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കും പോലെ ഹല്ലേലൂയ നിന്റെ മക്കളെ ഹല്ലേലൂയ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനങ്ങൾ ഹല്ലേലൂയ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന പല വചനങ്ങൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആ പാരലൈസായ പൈതലിന്റെ കാര്യങ്ങൾക്ക് പറഞ്ഞല്ലോ. ഹല്ലേലൂയ ആ ഡൈലി ചെയ്യുന്ന ആ പൈതലിന്റെ ഹല്ലേലൂയ പാരലൈസ് ആയിട്ട് അവള് കർത്താവിനോട് ചോദിച്ചു. ഹല്ലേലൂയ അവള് അത് സുവിശേഷം പറഞ്ഞ കർത്താവിനെ അറിയുവാനിടയായി. ഹല്ലേലൂയ അവള് ഹല്ലേലൂയ അങ്ങോട്ട് ഹല്ലേലൂയ കർത്താവിനെ കണ്ടിട്ട് ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ എന്റെ കണ്ണിൽ കൂടി വരുന്ന കണ്ണുനീരൊന്ന് തുടയ്ക്കുവാൻ നോക്കണം പോലും എന്റെ കൈ ഹല്ലേലൂയ ഒന്ന് പൊക്കി തുടയ്ക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഹല്ലേലൂയ കർത്താവേ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിനക്ക് ഹല്ലേലൂയ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ത് ഭാരമായിരുന്നു എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മകളെ ഹല്ലേലൂയ സ്തോത്രം തന്റെ ദാസിനെ കൂടി നാം കേട്ടല്ലോ. മകളെ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എന്റെ മുഖത്തുകൂടി ഹല്ലേലൂയ ഒഴുകി വന്ന രക്തം എന്റെ കണ്ണിൽ കൂടി ഒന്ന് തുടയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. ഞാനും ഹല്ലേലൂയ അതിനെക്കാട്ടിൽ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. ഹല്ലേലൂയ അവളുടെ മനസ്സ് ആശ്വസിക്കുവാനിടയായി. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന്റെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ കർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്നു.
അവൾക്ക് കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാൻ ഇടയായതിനെ കുറിച്ച് പ്രഭാതത്തെ നമ്മൾ കേട്ടല്ലോ. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കർത്താവിനെ ക്രൂശീകരണത്തിന് ശേഷം ഹല്ലേലൂയ ശിഷ്യന്മാരെ ഭാരപ്പെട്ട നിരാശപ്പെട്ട അവരെ ഹല്ലേലൂയ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ അവരോട് ചേർന്ന് ഹല്ലേലൂയ നടന്ന കർത്താവ് ഹല്ലേലൂയ സ്തോത്രം. അവർക്കും അത് മനസ്സിലായില്ല. അവര് വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്താണ് സംഭവം എന്ന് കൂടെ നടന്ന മനുഷ്യൻ ചോദിച്ചു. ഹല്ലേലൂയ ചോദിച്ചപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവ് ഹല്ലേലൂയ നീ മാത്രം ഒരുവൻ ഇങ്ങനെ ഇവിടെ പാർക്കുന്നവൻ നീ മാത്രം ഇത് അറിയുന്നില്ലയോ എന്ന് ഹല്ലേലൂയ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. അവര് ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ നേരെ വൈകിയപ്പോൾ കർത്താവ് ഹല്ലേലൂയ അവർ കൂടെ നടക്കുന്ന ആള് ഹല്ലേലൂയ എന്നാൽ മാറിപ്പോകാൻ മുൻപോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാർ പറയുകയാണ് ഹല്ലേലൂയ നേരം വൈകിയല്ലോ നീ എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ പാർക്കുക ഹല്ലേലൂയ സ്തോത്രം. അവരെ ഹല്ലേലൂയ അതുവരെ അവരുടെ ഹല്ലേലൂയ മനസ്സ് കണ്ണ് തുറന്നില്ല ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ സാമീപ്യം ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾക്കും ഇതുപോലെ ഹല്ലേലൂയ ചില വിഷയങ്ങൾ എന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നാറില്ലേ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അങ്ങനെ അവരെ പോയി രാത്രിയിൽ ഹല്ലേലൂയ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താപ്പോഴാണ് അവർക്ക് കണ്ണ് തുറന്നത് ഹല്ലേലൂയ സ്തോത്രം. അവർ പറയുക ഹല്ലേലൂയ അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം നമ്മളൊരു സാന്നിധ്യം കൂടെ പോരുന്ന ഒരു ദൈവ സാന്നിധ്യം ഹല്ലേലൂയ നമുക്കുണ്ട് ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ശിഷ്യന്മാരിലെല്ലാം ശേഷം ഹല്ലേലൂയ അവരുടെ ആ ആശ നശിച്ചു പോയിട്ട് ഹല്ലേലൂയ ഇനി എന്താ ഇതുവരെയൊക്കെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ധൈര്യപ്പെടുത്തി നമ്മളെ ബലപ്പെടുത്തി നമ്മളെ ഓരോ പ്രതിസന്ധികളിൽ കർത്താവ് താങ്ങി ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ആ പഴയ പടിയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം. ഒരു പടകും വലയും ഒക്കെ എടുത്ത് ഹല്ലേലൂയ പിന്നെയും ഹല്ലേലൂയ കുടുംബം പുലർത്തേണ്ടതല്ലേ അവർ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് ഒന്നും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. ഒന്നും ലഭിക്കാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർ നിരാശരായി ഹല്ലേലൂയ പോരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. നിരാശരായി പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് അവർ പടക് ഹല്ലേലൂയ കരയിൽ അടുപ്പിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവിടെ നിൽക്കുന്നു ഹല്ലേലൂയ ചോദിച്ചു ഹല്ലേലൂയ എന്താണ് നിങ്ങൾ ഈ ക്ഷീണിച്ച മടുത്ത് കഴിക്കുന്നത്? അപ്പോഴെ പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു അതാ ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. അപ്പോഴെ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ ചരാചരിത മുഴുവൻ നിർമ്മിച്ച കാറ്റിനെ കടലിനെ എല്ലാം നിർമ്മിച്ച ദൈവം പറയുക ആ പടകിന്റെ വലത്ത് ഭാഗത്തൊന്നും വീശാന ഹല്ലേലൂയ സ്തോത്രം. അവർ അതുവരെ ആ കടൽ മുഴുവൻ വ്യക്തമായിട്ട് അറിയാവുന്ന ആ ശിഷ്യന്മാരെ ഹല്ലേലൂയ അവരുടെ തൊഴിലതാകുക അവരവിടെ ജനിച്ചു വളർന്നവരാ ഹല്ലേലൂയ. അവരത് നോക്കിയപ്പോൾ പടകിന്റെ വലത്ത് ഭാഗത്ത് വീശിയപ്പോൾ ഹല്ലേലൂയ പടക് അവർക്ക് പൊക്കാൻ കഴിയാത്തവണ്ണം ഹല്ലേലൂയ മറ്റുള്ളവരുടെ സഹായം കൂടെ ആവശ്യപ്പെടുമാറ് ഹല്ലേലൂയ അവർക്ക് പെരുത്തമീൻ കൂട്ടാൻ കിട്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്കിന് വലയിറക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പെരുത്ത മീൻകൂട്ടം ഹല്ലേലൂയ അത് ഭൗതികമായിട്ട് ആത്മീയമായിട്ട് എന്ത് തന്നെയായിരുന്നാലും കർത്താവ് പറയുന്ന അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ നന്മ ഹല്ലേലൂയ സ്തോത്രം. എന്തൊക്കെ നമ്മൾ ഇതൊക്കെ ഈ ഭൂമിയിൽ ഇതൊക്കെ നമുക്ക് കർത്താവ് തരും ഹല്ലേലൂയ. എങ്കിലോ ഹല്ലേലൂയ നമ്മുടെ മുന്നിൽ ഒരു കഷ്ടമുണ്ട് ഹല്ലേലൂയ. അതാണല്ലോ നമ്മൾ കേട്ടത്. അപ്പൊ സൽമാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് ഹല്ലേലൂയ നമ്മളെ കേൾപ്പിച്ചുവല്ലോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ ഹല്ലേലൂയ പലതരത്തില് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരൊക്കെ മരിച്ചത് ഹല്ലേലൂയ. പക്ഷേ അവരുടെ ആത്മാവ് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അവരെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവരെത്തിയിട്ടുണ്ട്. അവരുടെ പ്രത്യാശ നാട്ടിൽ അവരെത്തും ഹല്ലേലൂയ സ്തോത്രം. അവരെത്തിയിട്ടുണ്ട് ഹല്ലേലൂയ സ്തോത്രം. അതിൽ ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ സ്തോത്രം അല്ലെ യോഹന്നാൻ അപ്പോസ്തലൻ ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം ഹല്ലേലൂയ അദ്ദേഹത്തോട് ഒരു ദൂതുണ്ടല്ലോ ഹല്ലേലൂയ സ്തോത്രം. പ്രതിസന്ധിയുടെ വേളയിൽ ഹല്ലേലൂയ അപ്പോൾ കർത്താവിന്റെ അവരോട് സംസാരിച്ചു ഹല്ലേലൂയ പ്രവചനാത്മാവിൽ സംസാരിക്കാനിടയായല്ലോ ഹല്ലേലൂയ സ്തോത്രം. നീ ഹല്ലേലൂയ വൃദ്ധനായ ശേഷം നീ മറ്റുള്ളവർ അരകെട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥയെ കുറിച്ച് പറഞ്ഞല്ലോ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഹല്ലേലൂയ നീ വൃദ്ധനായിട്ടേ മരിക്കത്തുള്ളൂ, നീ ഇവിടെ ഒന്നും മരിക്കാൻ പോകുന്നില്ല ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എണ്ണയിലിട്ടു ഹല്ലേലൂയ. എണ്ണയിലിട്ടിട്ടും അവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. എന്നാൽ യോഹന്നാന് കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഹല്ലേലൂയ. ഒരു വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ നമുക്കായിട്ട് എഴുതണമെന്ന് ഹല്ലേലൂയ സ്തോത്രം. തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു വെളിപ്പാട് പുസ്തകം നമ്മളെ ഉപദ്രവിക്കുന്ന ഷാജിന്റെ അന്ത്യം വെളിപ്പെടുത്തുന്ന അതിലൊരു പുസ്തകം എഴുതണമെന്ന് ഹല്ലേലൂയ. അത് എഴുതിയതിനു ശേഷം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ
ദാസൻ ഹല്ലേലൂയ പ്രായമുള്ളവരായി മരിക്കുവാനിടയായി. ഹല്ലേലൂയ എത്ര പ്രത്യാശയോടെ കർത്താവിന്റെ ദാസൻ എത്ര ഭംഗിയായിട്ട് നമ്മളോട് സംസാരിച്ചു. നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്നെന്നുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതവേളയിൽ നമ്മളോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കേൾക്കുന്ന വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഹല്ലേലൂയ അത് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പലതിനെ ചൊല്ലി കരയുന്നവരായി തീരാതെ ഹല്ലേലൂയ സ്തോത്രം അവങ്കൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് ഓരോരുത്തരുടെ ആകട്ടെ. ഹല്ലേലൂയ അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത ഹല്ലേലൂയ അടുത്ത ലീഡ് ചെയ്യുവാൻ തക്കോണം അടുത്ത വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ നമ്മെ അനുവദിക്കട്ടെ. ഹല്ലേലൂയ എന്നെ കർത്താവിന്റെ ദാസനിൽ കൊടുക്കും.